എല്ലാവർക്കും നമസ്കാരം. ശ്രീരാഘവരം സഭായോഗത്തിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ ഒന്നായിട്ടുള്ള ശ്രീരാഘവരം സഭായോഗം അക്കാദമി നടത്തുന്ന പ്രതിമാസ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥനയാണ്. ഈശ്വര പ്രാർത്ഥന കേട്ട് അനൂപ് വിഷ്ണുവിനെ സ്വാഗതം ചെയ്യുന്നു. അനൂപ്. കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗമേവ മുകുളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിരപാംഗലീല മാംഗല്യദാസ്തു മമ മംഗള ദേവതാ. താങ്ക്സ് അനൂപ്. സഭായോഗം അക്കാദമിയെ പറ്റിയിട്ട് പരിചയമില്ലാത്ത ആൾക്കാർക്കായിട്ട് അക്കാദമിയെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. ആധുനിക വിദ്യാഭ്യാസം, തൊഴിൽ നൈപുണ്യം, ഗവേഷണം മുതലായ മേഖലയിലാണ് അക്കാദമി പ്രവർത്തിച്ചു വരുന്നത്. നിലവിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് സഹായം, അതേപോലെ ആധുനിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ മത്സര പരീക്ഷകൾ, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസും അക്കാദമി നൽകുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് പരീക്ഷാ പേടി എങ്ങനെ അകറ്റാം എന്നുള്ളതാണ്. ശ്രീ രാമചന്ദ്രൻ സാറാണ് അത് എടുക്കുന്നത്. നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. വെൽക്കം സ്പീച്ചിനായിട്ട് അനുപമേച്ചിനെ ക്ഷണിക്കുന്നു. സഭായോഗം അക്കാദമി എഡ്യൂക്കേഷൻ സപ്പോർട്ട് അതിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള അനുപമ വേണുഗോപാലിനെ സ്വാഗത പ്രഭാഷണത്തിനായിട്ട് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ശ്രീ രാഘവപുരം സഭായോഗം അക്കാദമി നടത്തിവരുന്ന പ്രതിമാസ സംവാദ സദസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരീക്ഷാ പേടി എങ്ങനെ മാറ്റാം എന്ന വിഷയത്തെ അധികരിച്ചാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. നമുക്കറിയാം, ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പരീക്ഷാ പേടി അനുഭവിക്കാത്തവർ വളരെ വിരളമായിരിക്കും. കൂടാതെ മത്സരാധിഷ്ഠിതമായ ഇന്നത്തെ ഈ ലോകത്ത് പരീക്ഷയെക്കുറിച്ചുള്ള ആശങ്ക വളരെ കൂടുതലുമാണ്. ഇത് അകറ്റി ആത്മവിശ്വാസത്തോടെ എങ്ങനെ പരീക്ഷയെ നേരിടാം എന്ന കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയവരെ സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. നമ്മുടെ അഭ്യർത്ഥന മാനിച്ച് ഇന്നിവിടെ ക്ലാസ് എടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ളത് മലപ്പുറം ജവഹർ നവോദയ വിദ്യാലയത്തിലെ അധ്യാപകനായ ശ്രീ രാമചന്ദ്രൻ സാറാണ്. അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ നമ്മുടെ അധ്യക്ഷൻ പറയുന്നതായിരിക്കും. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് നാം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഇന്നത്തെ പരിപാടിയിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മാധവേട്ടനാണ്. മാധവേട്ടനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിക്കാൻ മുൻകൈ എടുത്ത രാഘവപുരം സഭായോഗം അക്കാദമിയുടെ മുഴുവൻ ഭാരവാഹികളെയും ഹാർദമായി നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഇന്നത്തെ ഈ ക്ലാസ് കേൾക്കുവാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് പരീക്ഷയെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പരീക്ഷയുടെ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഫെബ്രുവരി, മാർച്ചും ഏപ്രിൽ മാസങ്ങൾ പലതരം പരീക്ഷകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ക്ലാസ്സുകൾ കേട്ട് അത് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും പരീക്ഷയെ ആത്മവിശ്വാസത്തോടെ നേരിടുവാനും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ കുട്ടികളെയും അതേപോലെ തന്നെ രക്ഷാകർത്താക്കളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. താങ്ക്സ് അനുപമേച്ചി. അടുത്തതായിട്ട് അധ്യക്ഷ പ്രസംഗമാണ്. അതിനായിട്ട് സഭായോഗം അക്കാദമി ഡയറക്ടറായിട്ടുള്ള ശ്രീ ടി വി മാധവൻ നമ്പൂതിരിയെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അധ്യക്ഷ പ്രസംഗത്തോടൊപ്പം തന്നെ അദ്ദേഹം ഇന്നത്തെ വിശിഷ്ടാതിഥിയായിട്ടുള്ള ശ്രീ രാമചന്ദ്രൻ സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിനുകൂടി അഭ്യർത്ഥിക്കുന്നു. മാധവേട്ട. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം.
രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സഭായോഗം ഇന്ന് ഇവിടെ പ്രഭാഷണത്തിന് എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ സുഹൃത്ത് ശ്രീ രാമചന്ദ്രൻ, TM രാമചന്ദ്രൻ, ജവഹർ നവോദയ വിദ്യാലയ അധ്യാപകൻ, സഭായോഗത്തിൻ്റെ ഉത്തരവാദിത്വപ്പെട്ട മെമ്പർമാര്, പ്രസിഡന്റ് ഈശ്വരനെ കാണുന്നുണ്ട് ഇവിടെ. പിന്നെ ബാക്കി ആരൊക്കെ ഉണ്ടെന്ന് ഏത് ഐഡിയിലാണ് കയറിയെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. എല്ലാവർക്കും പിന്നെ എൻ്റെ നമസ്കാരങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. രാഘുപുരം സഭായോഗത്തിന്റെ പ്രതിമാസ പരിപാടി ചിലപ്പോൾ ഇടക്കാലത്ത് നിൽക്കുന്നുണ്ടെങ്കിലും ഇപ്പോ ഈ ഒരു വിഷയം വളരെ പ്രസക്തമാണ്. കാരണം പരീക്ഷ എല്ലാ സ്ഥലത്തും ഒരു പരീക്ഷയുടെ കാലഘട്ടം തന്നെയാണ്. അതുകൊണ്ട് ഇതിനേക്കാൾ ആനുകാലിക പ്രസക്തി ഉണ്ട്. അല്ലെങ്കിലും ഈ പിന്നെ അനുപമ പറഞ്ഞതുപോലെ പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുതരം പേടി മനസ്സിൽ സ്വാഭാവികമായും വന്നുകൂടുന്നുണ്ട്. പഞ്ചതന്ത്രത്തിലെ ഒരു ശ്ലോകം എനിക്ക് ഓർമ്മ വരികയാണ്. ഭയസന്ത്രസ്ത മനസാം ഹസ്തപാദാദികാ ക്രിയാഹ പ്രവർത്തന്തേന വാണീച വേവദുശ്ചാദികോ ഭവേ. ഏത് മനസ്സാണോ ഭയത്താൽ പിടികൂടിയിരിക്കുന്നത്, ഭയത്താൽ പിടികൂടപ്പെട്ട മനസ്സ്, അത് കൈയും കാലും ഒന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. മാത്രമല്ല ഒന്നും ചെയ്യാനാവില്ല. വാക്ക് പുറത്തു വരില്ല, ശരീരം വിറക്കും. ഇതൊക്കെ ഭയം എന്നുള്ളത് നമ്മുടെ സ്വാഭാവികമായ കഴിവ് പ്രകാശിക്കുന്നതിനെ തടസ്സപ്പെടുത്തും. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി പരീക്ഷ ചർച്ച, അങ്ങനെ ഒരു എല്ലാവരും എല്ലാ ഫീൽഡിലും ഈ പരീക്ഷ സ്വാഭാവികമായിട്ട് പരീക്ഷ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിൽ നടത്തണം. അപ്പോൾ അങ്ങനെ ഒരു ഭയപരമായ ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ധാരാളം പിന്നെ അവയർനെസ് ക്യാമ്പയിൻ, അതുപോലെ അധ്യാപകര് ക്ലാസ്സുകളിലും ഇങ്ങനെ പല പരിപാടികളും ഏറ്റെടുത്ത് നടത്താറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ സഭായോഗം അക്കാഡമിയും ഈ ഒരു വിഷയത്തിൽ കുട്ടികളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ പ്രതിഭാസ പരിപാടിയിൽ ഈ ഒരു പരിപാടി പിന്നെ ഏറ്റെടുത്തത്. ഭഗവത്ഗീതയിലെ മറ്റൊരു ശ്ലോകം ഓർമ്മ വരുന്നത് യുക്താഹാര വിഹാരസ്യ യുക്തകർമ്മസ്യ ചേഷ്ടിഷു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ദുഃഖത്തെ ഇല്ലാതാക്കുന്നു എന്നർത്ഥം ആ യോഗം. എങ്ങനെയാണത്? ഭക്ഷണം, യുക്താഹാര വിഹാരം, മോഡറേറ്റ്ലി ഈറ്റ്, മോഡറേറ്റ്ലി ആഹാരം, വിഹാരം. പിന്നെ കർമ്മസ്യ ചേഷ്ടിഷു, അവനവന്റെ പണി കുറച്ച് അധികം ആക്ട് മോഡറേറ്റ്ലി, മനസ്സിലായില്ലേ? പിന്നെ യുക്ത സ്വപ്നാവബോധസ്യ, ഉറങ്ങുക മോഡറേറ്റ്ലി, ആവശ്യത്തിന് ഉറങ്ങുക, ആവശ്യത്തിലധികം ഉറങ്ങരുത്, ആവശ്യത്തിന് ഉണർന്നിരിക്കുക. ഇതൊക്കെ പരീക്ഷയ്ക്ക് സഹായമാവും എന്നുള്ളത് നിങ്ങൾക്ക് ഇനിയിപ്പോ രാമേന്ദ്രൻ സാറിന് കേൾക്കുമ്പോൾ മനസ്സിലാവും. വാസ്തവത്തിൽ പേടിയില്ലാണ്ടിരിക്കാൻ ആ പുസ്തകം ഭംഗിയായിട്ട് പഠിച്ചാൽ മതി. ഏത് പരീക്ഷയാണോ അതിലങ്ങ് കമ്പോട് കമ്പ് ആദ്യം തൊട്ട് അവസാനം വരെ പഠിക്കുക എന്നുള്ളതാണ് പരീക്ഷയെ അങ്ങോട്ട് ആക്രമിക്കുക, അതൊരു ആഘോഷമാക്കി മാറ്റുക എന്നാണ് പ്രൈം മിനിസ്റ്റർ പറയുന്നത്. പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാതിരിക്കുക. നമുക്കറിയാം സ്പാൻ ഓഫ് അറ്റൻഷൻ അതൊരു 20 മിനിറ്റോ 30 മിനിറ്റോ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് വിഷയങ്ങൾ മാറ്റാം. അപ്പോൾ പിന്നെ മറ്റൊന്ന് പോടാന്നുള്ളതാണ് പരീക്ഷ. അതൊരു എൻഡ് അല്ല. അതിന്റെ പരീക്ഷയിൽ നമ്മൾ തോറ്റുപോയി എന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ ഈ തോൽക്കുമെന്നുള്ള പേടിയാണ് നമ്മുടെ പെർഫോമൻസിന്, നമ്മളെ കഴിവിനെ പിന്നോട്ടടിക്കുന്ന മറ്റൊരു കഥ. കൂടുതൽ ഈ വിഷയത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പിന്നെ സുഹൃത്താണ് രാമേന്ദ്രൻ സാറ്. രാമേന്ദ്രൻ സാറ് മഴൂരാണ് അദ്ദേഹത്തിന്റെ സ്ഥലം, തളിപ്പറമ്പിനടുത്ത് മഴൂര്. അവിടെ ഒരു സാധാരണ ഒരു ഫാമിലിയിൽ നിന്നും വന്ന് പ്രതികൂല സാഹചര്യങ്ങളോട് മല്ലടിച്ച് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് പറയാൻ. കാരണം സാറിന് അറിയുന്നവർക്ക് അറിയാം, അദ്ദേഹത്തിന്റെ വ്യക്തിത്വം വളരെ ആകർഷണീയമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹം. കാരണം വളരെ സിമ്പിൾ ആണെന്ന്,
പിന്നെ ഡൗൺ ടു എർത്ത് ആണ്. പിന്നെ വിഷയങ്ങളെ കുറിച്ച് നന്നായി പഠിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവമാണ്. റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ മൈസൂരിൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിട്ട് ഡിപ്ലോമ കോഴ്സിന് ഉണ്ടായിട്ടുണ്ട്. സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, സാർ വളരെ ഏതൊരു വിഷയമാണെങ്കിലും അതിന് ആധികാരികമായിട്ട് പഠിക്കുകയും നമുക്ക് റിഫ്ലക്ഷനൊക്കെ എഴുതാനുള്ള പല പ്രോജക്റ്റും ഉണ്ടാകുമ്പോൾ സാർ അത് ഇവിടുന്ന് കോപ്പി അടിക്കാതെ സാറ് തന്നെ വളരെ പിന്നെ വിഷയങ്ങൾ പഠിച്ച് സ്വന്തമായിട്ട് ഒരു അഭിപ്രായം, ഒരു വിശകലനം നടത്തി ഒരു അഭിപ്രായം സമന്വയിപ്പിക്കുന്ന വളരെയധികം കഴിവുള്ള ഒരു മനുഷ്യനാണ്. പിന്നെ അദ്ദേഹം പിന്നെ സർ സെയ്ദ് കോളേജിലാണ് ഗ്രാജുവേഷൻ അദ്ദേഹം കഴിഞ്ഞത്. അതിനുശേഷം BA തളിപ്പറമ്പ് BA ഹിസ്റ്ററി, അതിനുശേഷം MA ഹിസ്റ്ററിയിൽ പാസ്സായി. ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ തലശ്ശേരിയിൽ നിന്നാണ് അദ്ദേഹം പിന്നെ PG ചെയ്തത്. അതിനുശേഷം MSc ജോഗ്രഫി മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്തു. നമുക്കറിയാം ജോഗ്രഫി പഠിക്കുക എന്നുള്ളതും പഠിപ്പിക്കുക എന്നുള്ളതും വളരെ ക്ലിഷ്ടമായിട്ടുള്ള ഒരു വിഷയമാണ്. അതിനുശേഷം ഡിപ്ലോമ ഇൻ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ഫ്രം RI മൈസൂർ. പിന്നെ ഗ്രീൻ ടീച്ചർ ഡിപ്ലോമ ഫ്രം സെന്റർ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ അഹമ്മദാബാദ്. അപ്പൊ ഇതിലൊക്കെ ഉപരി കഠിന പ്രയത്നം ചെയ്യുന്ന ഒരു അധ്യാപകൻ എന്നുള്ള എല്ലാ അർത്ഥത്തിലും ഒരു അധ്യാപകനാണ്. അധ്യാപകന് വേണ്ട എല്ലാ ഗുണഗണങ്ങളും പിന്നെ നൈപുണ്യം എല്ലാം രാമേന്ദ്രൻ മാഷനിൽ വളരെ വസ്തുനിഷ്ഠമായിട്ട് നിലകൊള്ളുന്നു എന്നുള്ളത് അദ്ദേഹത്തിനെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് പിന്നെ എൻ്റെ സുഹൃത്തായിരിക്കുന്ന രാമേന്ദ്രൻ മാഷെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ ഭാഷണം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Sri Jayasankar, Anupama Venugopal, and all other members of Sabhayogam. Thank you. മാധവൻ സാറ് വളരെ സുദീർഘമായിട്ട് തന്നെ എന്നെ കുറിച്ച് പറഞ്ഞു. അതൊന്നുമില്ല എന്നെ പറയുന്നതാണെന്ന് എനിക്കറിയാം. എന്നാലും സാറിനോടുള്ള ഇതിലിങ്ങനെ ഈ മുമ്പേ സാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചില വീഡിയോ ഒക്കെ എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പ്രവർത്തനത്തെ കുറിച്ച് എനിക്ക് വലിയ എന്തോ ഒരു വലിച്ചിലുണ്ടല്ലോ മാഷെ, എന്തോ ഒരു വലിച്ചിലുണ്ടല്ലോ, അത് കേൾക്കുന്നത്. ഓഡിയോ ഇഷ്യൂ ഉണ്ടോ സാർ? തോന്നി. രാമേന്ദ്രൻ മാഷെ കേൾക്കുന്നില്ല, എന്തോ ഓഡിയോ പ്രശ്നമുണ്ടോ സംശയം. രാമേന്ദ്രൻ മാഷെ കേൾക്കുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല. വീഡിയോ ലിങ്ക് വഴി ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളൊന്നും കേൾക്കുന്നില്ല, അതാണ് ഇപ്പൊ അവസ്ഥ. നല്ല കാര്യമാണ്. രാമേന്ദ്ര മാഷെ ഒന്നും കേൾക്കിട്ടില്ല ഇതുവരെ. നിങ്ങൾ ആദ്യം തൊട്ടേ എല്ലാം പറയണം. ഹലോ, റീജോയിൻ ചെയ്യാൻ പറയോ? അപ്പൊ ഇന്നത്തെ രാമേന്ദ്രൻ മാഷെ കേൾക്കുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല. ഒന്ന് വിഷയം ലെഫ്റ്റ് അടിച്ച് വീണ്ടും ജോയിൻ ചെയ്യും. പെട്ടെന്ന് തന്നെ വിഷയത്തിലേക്ക് വരാം. ഇതിൽ കുട്ടികള് എത്ര പേര് സാർ ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം. കേൾക്കുന്നുണ്ടോ സാർ? ഇപ്പൊ കേൾക്കുന്നുണ്ട്, പക്ഷെ സാർ ഇതുവരെ പറഞ്ഞ ഒന്നും കേട്ടില്ല. അതുകൊണ്ട് ആദ്യം പുതിയ തുടങ്ങണം പ്ലീസ്. ഇല്ല ഞാൻ ആദ്യം പറയാണ് സാർ. ആദ്യം ഇതിൽ എന്തോ പ്രശ്നം വന്നേ, ആ ലാപ്പിൽ എന്തോ പ്രശ്നം വന്നേ സാർ. ഞാൻ മൊബൈലിൽ എടുത്തു. ഓക്കെ ഇപ്പൊ ഓക്കെ, നോ ഇഷ്യൂ. ആദ്യം തൊട്ടേ ക്ലിയർ ആണല്ലോ അല്ലെ? ക്ലാരിറ്റി ഉണ്ടല്ലോ? ഇപ്പൊ ക്ലിയർ ആണ്, നോ ഇഷ്യൂ. ഓക്കെ റൈറ്റ്.
മാധവൻ സാറ് പറഞ്ഞ നല്ല അതിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ഒക്കെ വളരെ സന്തോഷം. അതുപോലെ സഭായോഗത്തെ കുറിച്ച് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്. സാറ് എന്നോട് പറഞ്ഞിട്ടും പല കാര്യങ്ങളും എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, ചില വീഡിയോസ് ഒക്കെ. അപ്പൊ ഇതില് ഇങ്ങനെ ഒരു പങ്കെടുക്കാൻ, നിങ്ങളുടെ പരിപാടിയിൽ ആദ്യമായി പങ്കെടുക്കാൻ ഒരു അവസരം തന്നാൽ ആദ്യം തന്നെ മാധവൻ സാറിന്റെ അടുത്ത് വളരെയധികം കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അപ്പൊ നമ്മുടെ നേരെ ടോപ്പിക്കിലേക്ക് വരാം. കാരണം ഇത് കുട്ടികൾ എത്ര പേര് കേൾക്കണമെന്ന് എനിക്കറിയില്ല. മെയിനായിട്ട് സ്റ്റുഡൻസിനെയാണല്ലോ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതില് നമ്മുടെ ഈ ഇന്നത്തെ ഫോക്കസ് ചെയ്യുന്നത് ടോപ്പിക്ക് പരീക്ഷാ പേടി എങ്ങനെ അകറ്റുക എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ ഈ എത്ര കുട്ടികൾക്ക് പരീക്ഷാ പേടി ഇന്നത്തെ കാലത്ത് ഉണ്ട്, എന്തുമാത്രം പ്രശ്നമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പാരന്റ് എൻ്റെ അടുത്ത് പറഞ്ഞത്, സാറേ പരീക്ഷ അവനെ ഒരു താല്പര്യമില്ല പഠിക്കാൻ, അവനെങ്ങനെ കുറച്ച് പരീക്ഷ എങ്ങനെ പേടിപ്പിക്കാൻ പറ്റുന്ന കഴിക്കണേ, എങ്ങനെ കുറച്ച് പേടിപ്പിക്കാൻ പറ്റും, പരീക്ഷ എങ്ങനെ അവന് ആ മോട്ടിവേഷൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സഹപ്രവർത്തക 12th പോയി വന്നിട്ട് പറഞ്ഞു, ആ കുട്ടി 12ാം ക്ലാസ് ആണ്, പരീക്ഷ കെമിസ്ട്രിക്കായി, അങ്ങനെ ഒരു വിചാരേ ഇല്ല. അപ്പൊ രണ്ടും ബുദ്ധിമുട്ടാണ്. അപ്പം സം ടെൻഷൻസ് ആർ എസെൻഷ്യൽ ഇൻ ലൈഫ്. കുറച്ച് പേടിയൊക്കെ നമുക്ക് വേണം. അപ്പോ ആക്ച്വലി പരീക്ഷ പേടി എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഫോബിയ എന്ന് പറയുന്നതും ഒക്കെ സ്ട്രെസ് ആണ്. നമ്മൾ സ്ട്രെസ്സിനെ കുറിച്ച് ആദ്യം പറയേണ്ടി വരും, അല്ലെ? അപ്പൊ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കാര്യം അതെന്താണെന്ന് ആദ്യം നമുക്ക് പരിശോധിക്കാം. സാറെ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? മദൻ സാർ കേൾക്കുന്നുണ്ടല്ലോ, ക്ലിയർ അല്ലേ? കേൾക്കുന്നുണ്ട്, വെരി ക്ലിയർ. കണ്ടിന്യൂ. ഓക്കെ 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 ഓക്കെ. അപ്പം സ്ട്രെസ് എന്താണ്? പേടി അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും റിലേറ്റഡ് ആണ്. ഫോബിയ അല്ലെങ്കിൽ സ്ട്രെസ്, പ്രഷർ, ഇതൊക്കെ ഇന്റർചേഞ്ചബിൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. അപ്പൊ എക്സാം സ്ട്രെസ്, നമ്മൾ എല്ലാവരും ലൈഫിൽ ഒരിക്കലും സ്ട്രെസ്സിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ടാവാം. പലത് ഇപ്പം കുട്ടികൾക്ക് മാത്രമല്ല, ലൈഫിൽ എല്ലാവർക്കും തന്നെ സ്ട്രെസ് ഉണ്ടാവാം. അപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്ട്രെസ് ആണ്, എക്സാമുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രെസ് ആണ് എക്സാം സ്ട്രെസ്, അല്ലെങ്കിൽ എക്സാമിനെ പേടിക്കുക എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സ്ട്രെസ് എന്ന് ആദ്യം നോക്കാം. സ്ട്രെസ് എന്ന് പറഞ്ഞാല് നമ്മൾ പേടി എന്ന് മലയാളത്തിൽ പറയുന്നത് സ്ട്രെസ് ആണ്. എന്താണ് സ്ട്രെസ്? എങ്ങനെ സ്ട്രെസ് ഉണ്ടാവുന്നു? അപ്പൊ സ്ട്രെസ് ഉണ്ടാവുന്നതിന് സിമ്പിളായിട്ട് നമ്മൾ മലയാളത്തിൽ പ്രഷർ അല്ലെങ്കിൽ സമ്മർദ്ദം എന്നൊക്കെ പറയെങ്കിലും കുറച്ചും കൂടി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതിനൊരു 3-4 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു സ്ട്രെസ് ഉണ്ടാവുമ്പോൾ ആദ്യം തന്നെ നമ്മൾക്കൊരു ഡിമാൻഡ് ഉണ്ടാകുക. ഒരു ഡിമാൻഡാണ് ആദ്യം വരുന്നത്. ഒരു എക്സ്റ്റേണൽ ആവാം, മെയിനായിട്ട് എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഡിമാൻഡ് വരികയാണ്. ആ ഡിമാൻഡ് ഫുൾഫിൽ ചെയ്യാൻ നമ്മൾക്ക് ഇഷ്ടംപോലെ റിസോഴ്സസ് ഉണ്ടെങ്കിൽ, നമ്മൾക്ക് ഈസി ആയിട്ട് കഴിയുമെങ്കിൽ അതൊരിക്കലും സ്ട്രെസ് ആവില്ല. ഇപ്പൊ കുട്ടികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാല് ഇപ്പൊ അവർക്കുള്ള, സോറി, നമ്മുടെ കോട്ടയസ് പള്ളിക്ക് അടുത്താണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, ഞാൻ പറയുന്നത് കേൾക്കാവോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ മാഷെ. ഒരു സെക്കൻഡ്, ഈ ബാങ്ക് വിളി ഒന്ന് നിന്നോട്ടെ. തൊട്ട് മുട്ടിയിട്ടാണ്, എന്റെ കോട്ടയസ് ഈ പള്ളിക്ക് തൊട്ട് മുട്ടിയിട്ടാണ്.
കഴിഞ്ഞില്ലേ മാഷെ? കഴിഞ്ഞു തോന്നുന്നു. രാമേന്ദ്ര മാഷെ കേൾക്കുന്നില്ലല്ലോ. ഹലോ, കേൾക്കുന്നില്ല. ബാങ്കുവിളി കേട്ടിരുന്നു. മാഷെ കേൾക്കുന്നില്ല. സർ ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ സർ. അപ്പൊ നമ്മള് സോറി കേട്ടോ, ഒരു ഡിസ്റ്റർബൻസ് വന്നുപോയി. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ സ്ട്രെസ്സിലേക്ക് വരുന്ന 4 കാര്യങ്ങൾ ഞാൻ പറയണേ. ഒന്ന്, സ്ട്രെസ് വരുന്ന ആദ്യം തന്നെ ഒരു ഡിമാൻഡ് ഉണ്ടാവുന്നു. അപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്ത് ഇപ്പൊ നോക്കുമ്പോൾ അവർക്ക് എക്സാമിനേഷന് മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ് ഡിമാൻഡ്. ആ ഡിമാൻഡിൽ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പൊ ചില കുട്ടികളെ 90% മാർക്ക് വാങ്ങിക്കുന്നവരുണ്ടാവും, അത് ഹൈ ഡിമാൻഡ് ആണ്. അല്ലെങ്കിൽ 98 വേണമെന്നുള്ളവരുണ്ടാവും, ഫുൾ മാർക്ക് വാങ്ങിക്കുന്നുള്ളവരുണ്ടാവും. ഡിമാൻഡ് വന്നു കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ നോക്കുന്ന അതിന് വേണ്ട എന്തെങ്കിലും കൺസ്ട്രെയിൻസ് ഉണ്ടോ എന്നാണ്. അതിന് എന്തെങ്കിലും കൺസ്ട്രെയിൻസ് ഉണ്ടോ, തടസ്സങ്ങളുണ്ടോ ആ ഡിമാൻഡ് ഫുൾഫിൽ ചെയ്യാൻ. ഇപ്പൊ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതൊരു സ്ട്രെസ്സിലേക്ക് വരില്ല. ഫോർ എക്സാമ്പിൾ, എനിക്ക് നാളെ ഒരാൾക്ക് അടുത്ത ആഴ്ച ഒരു 1 lakh rupees കൊടുക്കാനുണ്ട്, ഒരു ഡിമാൻഡാണ്. എൻ്റെ കയ്യിൽ കാശ് ഈസി ആയിട്ട് എൻ്റെ ബാങ്കിൽ ഉണ്ടെങ്കിൽ എനിക്ക് എടുത്തു കൊടുക്കാം. അപ്പൊ അതൊരു കൺസ്ട്രെയിൻസ് ഇല്ല അതില്, അതുകൊണ്ട് തന്നെ ഒരു പ്രഷർ ആവില്ല. പക്ഷെ ഒരു കുട്ടിക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാന്ന് പറയുന്ന, അല്ലെങ്കിൽ അവൻ ടാർഗറ്റ് ചെയ്ത് അച്ചീവ് ചെയ്ത ഒരു ഡിമാൻഡ്, അവനോട് സിസ്റ്റം ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ പാരന്റ്സ്, രക്ഷിതാക്കള് ആവശ്യപ്പെടുന്ന ഒരു മാർക്ക് വാങ്ങിക്കുക എന്നുള്ള ഒരു ഡിമാൻഡിന്, ആ ഡിമാൻഡിനുള്ള കൺസ്ട്രെയിൻസ് ഉണ്ടോ? എന്തായിരിക്കും കൺസ്ട്രെയിൻസ്? ഒരു കുട്ടിക്ക് എത്ര മാർക്ക് വാങ്ങിക്കേണ്ട, വേണ്ടത്ര പഠിച്ചിട്ടുണ്ടോ, വേണ്ടത്ര പഠിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടോ, കൺസെപ്റ്റ് ക്ലിയർ ആണോ, നല്ല ക്ലാസ് കിട്ടിയിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നോക്കുക. അല്ലെങ്കിൽ വാസ്റ്റ് സിലബസ് ആണോ, ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് കൺസ്ട്രെയിൻസ് തീരുമാനിക്കുന്നത്. ഈ കൺസ്ട്രെയിൻസ് കഴിഞ്ഞ് 3ാമത്തെ സ്റ്റേജിൽ നമ്മൾ അതിന്റെ സപ്പോർട്ട് നോക്കുകയാണ്. നമുക്കതിന് വേണ്ടത്ര സപ്പോർട്ട് ഉണ്ടോ, വേണ്ടത്ര ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ബാക്കി രീതിയിലുള്ള ഹെൽപ്പ് കിട്ടുന്നുണ്ടോ. ഇതില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രഷർ വരുവാണ്. ആ പ്രഷർ അനുസരിച്ചാണ് ആ പ്രഷറിനെ നമ്മൾ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, അവിടെയാണ് സ്ട്രെസ് വരുന്നത്. അപ്പോൾ ഡിമാൻഡ്, കൺസ്ട്രെയിൻസ്, സപ്പോർട്ട്, അവർ പ്രഷർ, അവർ റെസ്പോൺസ് ടു ഇറ്റ്, ഈ ഒരു 4 കാര്യങ്ങൾ ചേരുമ്പോഴാണ് സ്ട്രെസ് ഉണ്ടാവുന്നത്. അപ്പൊ നോക്കിയേ, ഹൈ ഡിമാൻഡ് ആണ്, കൺസ്ട്രെയിൻസ് കുറവാണ്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടത്ര സപ്പോർട്ട് ഉണ്ടെങ്കിൽ സ്ട്രെസ് കുറവായിരിക്കും, നോ സ്ട്രെസ് ആണ്. പക്ഷെ ഹൈ ഡിമാൻഡ്, അതുപോലെ കൺസ്ട്രെയിൻസ് കൂടുതലാണ്, സപ്പോർട്ട് കുറവാണെങ്കിൽ നാച്ചുറലി ഹൈ സ്ട്രെസ് ആണ്. അപ്പൊ ഈ സ്ട്രെസ്സിനെ എല്ലാവർക്കും ഇതുപോലെ ഒരുപോലെ സ്ട്രെസ് ആവണമെന്നില്ല, അല്ലെങ്കിൽ പേടി ഉണ്ടാവണമെന്നില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പീപ്പിൾ. ആ ഡിപ്പെൻഡ്സ് ഓൺ ദ പെർസെപ്ഷൻസ് ഓഫ് ദ പീപ്പിൾ. കുട്ടികളുടെ അവരെങ്ങനെ അതിനെ കാണുന്നു എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ CBSE എക്സാം കഴിയുമ്പോൾ ഓൾ ഓവർ ഇന്ത്യ, നിങ്ങൾ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവും, കുറച്ച് കുട്ടികളൊക്കെ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അപ്പോൾ പരീക്ഷ തോറ്റതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു എന്നൊക്കെയാണ് വാർത്ത വരിക. പക്ഷെ എങ്ങനെയാണോ? ഒരിക്കലും അല്ല. പരീക്ഷ കഴിഞ്ഞാല് അതിന്റെ റിസൾട്ട് തോറ്റ 2 കുട്ടികളും ഒരുപോലെയല്ല അവർ പെർസീവ് ചെയ്യുന്നത്. അവരുടെ ഫീലിങ്സ്, ഇമോഷൻസ് ഒന്നും ഒരുപോലെയല്ല. ചില കുട്ടികൾ വിചാരിക്കുന്നു പരീക്ഷ തോറ്റോണ്ട് ഇനി എനിക്ക് ജീവിക്കണ്ട, സൂയിസൈഡ് ചെയ്യുന്നു. ചില കുട്ടികൾ അങ്ങനെ ചിന്തിക്കുന്നില്ല, അവർ വിചാരിക്കുന്നു അടുത്ത തവണ നന്നായി പഠിച്ചു മാർക്ക് വാങ്ങിക്കാം. അപ്പൊ പെർസെപ്ഷൻസ് ആർ ഇമ്പോർട്ടൻറ്റ്. അവരൊരു എക്സാം തോറ്റതുകൊണ്ട് മാത്രം ഒരു കുട്ടി ഒരിക്കലും സൂയിസൈഡ് ചെയ്യുന്നില്ല. കുട്ടികളുടെ പെർസെപ്ഷൻസ് ആർ ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് റിഗാർഡിങ് സ്ട്രെസ്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ സ്ട്രെസ് വരുന്ന അല്ലെങ്കിൽ പരീക്ഷയെ നമ്മൾ എങ്ങനെ ബാധിക്കും, നമുക്ക് അല്ലാത്ത കാര്യത്തിലും കാണാം. ഒരേ കാര്യത്തെ കുട്ടികൾ ഡിഫറെന്റ് ആയ രീതിയിലാണ് കാണുന്നത്. ഞാൻ എക്സാമ്പിൾ ഉണ്ട്. ഒരു ഡ്രങ്കാർഡ്, നന്നായിട്ട് കള്ളു കുടിക്കുന്ന ഒരാളുടെ മകൻ, അവൻ പറയാ ഞാൻ നല്ല കുടിയനാവാൻ കാരണം എൻ്റെ അച്ഛനാണ്. അതേസമയം അതേപോലെ കള്ളു കുടിക്കുന്ന വേറെ ആളുടെ മകൻ പറയാ ഞാൻ കള്ളു കുടിക്കാതിരിക്കാൻ കാരണം എൻ്റെ അച്ഛനെ പോലെ ഒരിക്കലും ആവരുതെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പൊ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ പെർസെപ്ഷൻസ് ഓഫ് ദ പീപ്പിൾ. ഇനി 2 തരം, ഞാൻ ആദ്യം പറഞ്ഞ ഒരു കുട്ടിക്ക് ഒട്ടും സ്ട്രെസ് ഇല്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എക്സാമിനേഷൻ പാരന്റ്സ് പറയുന്നു കുട്ടികളെ ഒന്ന് പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു പേടിയാണ് ഉണ്ടാവേണ്ടത്. പേടി ഇല്ല, അവർക്ക് പേടി ഉണ്ടാവണം.
പേടി ഉണ്ടാവണം എന്നുള്ളത് ആവശ്യമാണ്. ഏത് പേടിയാണ്? അപ്പൊ രണ്ട് സ്ട്രെസ് ഉണ്ട്, ഡിസ്ട്രെസ് ആൻഡ് യൂസ്ട്രെസ്. കേട്ടിട്ടുണ്ടാവും, ഡിസ്ട്രെസ് ആൻഡ് യൂസ്ട്രെസ്. നമ്മൾ ഡിസ്ട്രെസ് ആണ് നമുക്ക് ദോഷമായിട്ടുള്ള സ്ട്രെസ്. എല്ലാ സ്ട്രെസ്സും ഒരിക്കലും മോശമല്ല. ഇപ്പൊ ഞാൻ ഈ ക്ലാസ്സിന് വരാൻ വേണ്ടിയിട്ട് പുസ്തകം നോക്കി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കാരണം മാധവൻ സാർ പറഞ്ഞു നമ്മൾ ഇവിടെ വന്ന് സംസാരിക്കണം. അപ്പൊ അതിൽ എനിക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ട്. സംസാരിക്കണം, അതിന് പ്രിപ്പയർ ചെയ്യണം, ഒരുങ്ങണം. അത് എന്നിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നു, അല്ലെങ്കിൽ മോട്ടിവേഷൻ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ യൂസ്ട്രെസ് എന്നാ പറയുന്നത്. യൂസ്ട്രെസ് ഈസ് ഗുഡ്, അത് എസെൻഷ്യൽ ആണ്. നമ്മൾ എന്തൊരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടണമെങ്കിൽ, പെർഫോമൻസ് കൂട്ടണമെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് സ്ട്രെസ് ആവശ്യമാണ്. പക്ഷെ മോശം എപ്പോഴാണ് ആവുന്നത്? ഈ സ്ട്രെസ് മാറിയിട്ട് ഡിസ്ട്രെസ്സിലേക്ക് പോകുമ്പോഴാണ് അതെന്തായിട്ട് മാറുന്നത്? നമ്മുടെ ദോഷമായിട്ട് ബാധിക്കുന്ന, അല്ലെങ്കിൽ പേടി എന്ന് പറയുന്ന എക്സാമിനേഷൻ ആയിട്ട് ബന്ധപ്പെട്ട പേടി അതുപോലുള്ള പ്രശ്നങ്ങളിലേക്ക് മാറുന്നത് അപ്പോഴാണ്. അപ്പൊ യൂസ്ട്രെസ് ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഡിസ്ട്രെസ്സിനെ എങ്ങനെ യൂസ്ട്രെസ് ആക്കി മാറ്റാം, ഡിസ്ട്രെസ് എങ്ങനെ കുറക്കാം. ഡിസ്ട്രെസ് കുറച്ചിട്ട് നമ്മൾ കുട്ടികളിൽ അല്ലെങ്കിൽ ആർക്കും എന്ത് കാര്യം പെർഫോം ചെയ്യണമെങ്കിലും യൂസ്ട്രെസ് കൂട്ടിക്കൊണ്ടുവരണം. ഇതിലാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ഡിസ്ട്രെസ് കുറക്കാൻ വേണ്ടി പറ്റും, മോശം സ്ട്രെസ് എങ്ങനെ ഒഴിവാക്കാം, ആ കാര്യമാണ് നമ്മൾ ഇന്ന് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ യൂസ്ട്രെസിന്റെ ബെനിഫിറ്റ്സ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കും, മെന്റൽ ഹെൽത്ത് ഉണ്ടാക്കും, പ്രൊഡക്ടിവിറ്റി കൂട്ടും, അത് ഇൻക്രീസ്ഡ് എനർജിയാണ്, എന്തൂസിയാസം ആണ്. ഇതെല്ലാം യൂസ്ട്രെസിന്റെ അഡ്വാൻറ്റേജ് ആണ്. ഉറപ്പായിട്ടും നമ്മുടെ പെർഫോമൻസ് എത്രയോ മടങ്ങ് കൂട്ടും. നമ്മൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം മുന്നിൽ വന്നു, നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളത് വളരെ ഈസി മട്ടിൽ വന്ന് വരുന്ന പോലെ ചെയ്യാം, എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിരിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ പെർഫോമൻസ് കുറയും. ഇപ്പൊ എക്സാം എന്ന് പറഞ്ഞാൽ ഒരു ശകലം പേടി, എൻ്റെ അഭിപ്രായത്തിൽ ഒരു ശകലം പേടി ആളുകൾക്ക് ഉണ്ടാവണം, കുട്ടികൾക്ക് ഉണ്ടാവണം. അത് ഞാൻ ഈ പറഞ്ഞ പേടി എന്ന് പറയുന്ന യൂസ്ട്രെസ് ആണ്, ഡിസ്ട്രെസ് അല്ല. ഇനി പേടി എന്ന് പറയുന്ന കാര്യത്തെ നമ്മുടെ ഇംഗ്ലീഷിൽ ഇനി അതിന്റെ കുഴപ്പം എന്താണ്? ഡിസ്ട്രെസ് ഉണ്ടായാലും കുഴപ്പം. ഡിസ്ട്രെസ് എന്ന് പറഞ്ഞാൽ പേടി, ഫിയറിനെ ഇംഗ്ലീഷിൽ വേറെ രീതിയിൽ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഫാൾസ് എവിഡൻസ് അപ്പിയറിംഗ് ആസ് റിയൽ എന്നാണ്. ഫാൾസ് എവിഡൻസ് അപ്പിയറിംഗ് ആസ് റിയൽ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? വ്യക്തമാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഏതെങ്കിലും അവസരത്തിൽ പേടി ഉണ്ടായിട്ടുണ്ടാവും. കുട്ടികൾ നോക്കേണ്ടത്, നിങ്ങൾ പേടിച്ച ഒരു 10 ഇൻസിഡൻസ് എടുത്ത് നോക്കണം. നിങ്ങൾ എന്തെങ്കിലും സംഭവിക്കുന്ന പേടിച്ച ഒരു 10 ഇൻസിഡൻസ്, എന്നിട്ട് അതിനൊന്ന് അനലൈസ് ചെയ്ത് നോക്കണം. ആ 10 എണ്ണത്തിൽ എത്ര നിങ്ങൾ പേടിച്ചതുപോലെ സംഭവിച്ചു, പേടിച്ചതുപോലെ എത്ര കാര്യങ്ങൾ സംഭവിച്ചു, ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയേ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് അപ്പിയറിംഗ് ആസ് റിയൽ ആണ്, ഫാൾസ് എവിഡൻസ് ആണ്, ഇത് ഒരിക്കലും ശരിയല്ല, ഇത് ഒരു 80% നമ്മൾ പേടിച്ചതുപോലെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് കാര്യം. ഇനി ഒരു കാര്യം കൂടി പറയാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു കുട്ടി സ്കൂളിൽ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഒരു HM വിളിപ്പിക്കുന്നത്. HM വളരെ ഒരു സ്പാർട്ടൻ ഡിസിപ്ലിൻഡ് ആളാണ്, വളരെ കുട്ടികൾക്കൊക്കെ ടെററാണ്, പേടിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്ലാസ്സിലേക്ക് കുട്ടിയെ വിളിച്ചാൽ കുട്ടി ആകെ പേടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഒരുപക്ഷെ അവിടെ എത്തിയിട്ടായിരിക്കും അറിയുന്നത് കുട്ടിക്ക് പേടിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിട്ടില്ല, കാരണം ഒരുപക്ഷെ സ്കോളർഷിപ്പ് കിട്ടിയതോ വേറെ ഒരു കാര്യം പറയാനായിട്ടായിരിക്കും. പക്ഷെ ഈ പേടി ഉണ്ടാവുന്ന സിറ്റുവേഷൻ അതൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേടിയുടെ 80% ഫാൾസ് എവിഡൻസ് ആണ്, അത് റിയൽ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി പേടി ഉണ്ടാവുന്ന സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ പേടി ഉണ്ടാവുന്ന സ്ട്രെസ് ഉണ്ടാവുന്നതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി പേടി ഉണ്ടായാൽ, മാധവൻ സാർ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഒരു ഭയം ഉണ്ടായാൽ നമ്മളെ എങ്ങനെയാ അത് ബാധിക്കുന്നത്? നമുക്ക് ഒരിക്കലും റിലാക്സ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പഠിച്ചത് പലതും മറന്നുപോകും. ഇപ്പൊ എക്സാമിനേഷൻ സമയത്ത് നമ്മൾ പോയി എക്സാം ഹാളിൽ പോയി ഇരുന്നപ്പോ എല്ലാം ഓർമ്മയുണ്ടായിരുന്നു, പേടി വന്ന് പലതും മറന്നുപോയി. അയ്യോ, അറിയുന്ന പോലും എനിക്ക് എഴുതാൻ പറ്റില്ലല്ലോ. എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് അയ്യോ അത് ഇത്ര നന്നായിട്ട് അറിയുന്ന കാര്യമാണല്ലോ എന്ന് തോന്നുന്നത്. കാരണം പേടി ഉണ്ടാവുന്ന, സ്ട്രെസ് ഉണ്ടാവുന്ന, ഡിസ്ട്രെസ് ഉണ്ടാവുമ്പോൾ there are so many psychosomatic problem, സൈക്കോസൊമാറ്റിക് വേരിയേഷൻസ് ഉണ്ടാവുന്നു. എന്താ സൈക്കോസൊമാറ്റിക് എന്ന് പറഞ്ഞാൽ? സൈക്ക് എന്ന് പറഞ്ഞ മൈൻഡ് ആണ്, സോമ എന്ന് പറഞ്ഞ ബോഡിയാണ്. അപ്പോ സൈക്കോസൊമാറ്റിക് കോൺസിക്വൻസസ് ഉണ്ടാവുകയാണ് സ്ട്രെസ് കാരണം. ഞാൻ പറഞ്ഞ ഏത് സ്ട്രെസ് ആണ്? ഡിസ്ട്രെസ് കാരണം. അപ്പൊ അതില് ഈ സൈക്കോസൊമാറ്റിക് കോൺസിക്വൻസസ് വരുന്നത്, ഇപ്പം പേടിയുള്ള ഇവിടെ എത്ര കുട്ടികൾ ഇതിലുണ്ടെന്ന് എനിക്കറിയില്ല, പേടി ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഈ ഫിസിക്കൽ കോൺസിക്വൻസസ് ഉണ്ട്, ഇമോഷണൽ കോൺസിക്വൻസസ് ഉണ്ട്. കാരണം ബേസിക്കലി എല്ലാ കാര്യങ്ങളും മൈൻഡിൽ നിന്നാണ് തുടങ്ങുന്നത്. മൈൻഡ്, നമ്മളെ ഈ ഫിയർ എന്ന് പറയുന്ന, ആക്ച്വലി ഡിസ്ട്രെസ് എന്ന് പറയുന്ന ഒരു തരം ഡിസീസാണ്. പക്ഷെ ഇത് പരത്തുന്നത്
ഒരിക്കലും നമ്മുടെ ബാക്ടീരിയോ അല്ലെങ്കിൽ വൈറസ് ഒന്നുമല്ല, മൈൻഡിലാണ് തുടങ്ങുന്നത്. മൈൻഡിൽ തുടങ്ങുന്ന ഈ പേടി നമ്മളെ മൊത്തം ബാധിക്കുകയാണ്. അത് മറ്റു പല അസുഖങ്ങളിലേക്കും മാറുന്നുണ്ട്. നമ്മളിപ്പോ അടുത്ത പല കാര്യങ്ങളും ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. പല അസുഖങ്ങളും കാരണം അൾസേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഹെഡേക്ക് ഉണ്ടാവാം. അങ്ങനെ പല അസുഖങ്ങളും വരുന്നത് ഈ പേടിയിൽ നിന്നാണ്, മൈൻഡിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് ആക്ച്വലി പേടി ഉണ്ടോന്ന് അറിയാൻ, നമ്മൾ ആക്ച്വലി നമുക്ക് പരീക്ഷയോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ പേടി ഉണ്ടോന്ന് അറിയാനുള്ള ചില കാര്യങ്ങൾ, അതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? കുട്ടികളുണ്ടെങ്കിൽ പറയാമോ? കുട്ടികൾ, ഞാൻ തന്നെ കണ്ടിന്യൂസ് ആയി സംസാരിക്കും, ബോറടിക്കണ്ട. കുട്ടികൾക്ക് പറയാമോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പേടി തോന്നുന്ന അല്ലെങ്കിൽ പേടി ഉണ്ടെന്ന് തോന്നുന്ന ലക്ഷണം എന്തൊക്കെയാണ്? ഇന്ററാക്ട് ചെയ്യാവോ? കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞോളൂ, കുഴപ്പമില്ല. എന്തൊക്കെയാണ് നമുക്ക് പേടി കാരണം എന്തൊക്കെ നമ്മുടെ സ്വഭാവത്തില്, നമ്മുടെ പെരുമാറ്റത്തില്, നമ്മുടെ ഫീലിങ്സില്, നമ്മുടെ ഈവൻ ഫിസിക്കൽ കോൺസിക്വൻസ്, നമ്മുടെ ബോഡിയിൽ വരുന്ന ഹെഡേക്ക് പോലുള്ള പ്രശ്നങ്ങൾ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടോ അല്ലെ എക്സാം സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടായിട്ടുള്ളവരൊന്ന് പറഞ്ഞേ. എക്സാം സമയത്ത് പഠിച്ചതൊക്കെ മറന്നു പോകും. പഠിച്ചതൊക്കെ മറന്നു പോകും. പിന്നെ ബിഹേവിയറിൽ എന്തെങ്കിലും മാറ്റം വരാറുണ്ടോ? എക്സാം അടുത്ത സമയത്ത് ബിഹേവിയർ, നിങ്ങളുടെ സ്വഭാവത്തിൽ എന്താ മാറ്റം വരാറുണ്ടോ? പറയൂ. കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കാം പറയൂ. പെട്ടെന്ന് ഇമോഷണൽ ആവുക പെട്ടെന്ന്. ഇമോഷണൽ ആവും, ദേഷ്യം വരും, അല്ലെങ്കിൽ കരച്ചിൽ വരും, സങ്കടം വരും, ഇല്ലേ? അതെ. പിന്നെയോ? ലോൺലിനെസ്. വെറുതെ പറയൂ. ഒറ്റക്കായ പോലെ തോന്നും. ഒറ്റക്കായ പോലെ തോന്നും, ലോൺലിനെസ് ഫീൽ ചെയ്യും, അല്ലേ? കോൺസെൻട്രേഷൻ കുറയാം, മറ്റുള്ളവരോട് ചിലപ്പോൾ ദേഷ്യം വരാം. ചിലപ്പോൾ ദേഷ്യം നമ്മുടെ വീട്ടില് നമ്മളെ മുതിർന്ന ആളോട് പ്രകടിപ്പിക്കില്ല, താഴെയുള്ള ആളുകളോട്, ചിലപ്പോ അനിയന്മാരോടോ അനിയത്തിമാരോടൊക്കെ ചില പ്രകടിപ്പിച്ചു വരാം, അല്ലെ? ഇനി എക്സാം ആയുന്ന ദിവസം ചില ആളുകൾക്കുണ്ട്, എക്സാമിനോട് അനുബന്ധിച്ച് കൂടുതൽ ഡയറിയ വരാം, 2, 3, 4 പ്രാവശ്യം ടോയ്ലറ്റ് പോകേണ്ടി വരാം. അങ്ങനെ ഇതൊക്കെ തുടങ്ങുന്ന മൈൻഡിലാണ്. പക്ഷെ നമ്മുടെ ബോഡിയിലും നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ഇമോഷൻസിലും ഫീലിങ്സിലും ഒക്കെ ഈ പേടി കൊണ്ടുണ്ടാവുന്ന ഈ ഡിസ്ട്രെസ്, ഞാൻ പറഞ്ഞ മോഷൻ സ്ട്രെസ് കൊണ്ടുണ്ടാവുന്ന ഈ കാര്യങ്ങളൊക്കെ വരികയാണ്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ആയിട്ട് ഇതിന്റെ കോസസ് ഒന്ന് അനലൈസ് ചെയ്യാം. എന്തുകൊണ്ടാണ് ഈ ഡിസ്ട്രെസ് അല്ലെങ്കിൽ പരീക്ഷ പേടി ഉണ്ടാവുന്നത്? അത് 2-3 രീതിയിൽ ഉണ്ടാവുന്ന. എൻവയോൺമെന്റൽ, നമുക്ക് പുറത്തുള്ള കാര്യങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടേതായ ഫാക്ടേഴ്സ്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടാവാം, പുവർ സ്റ്റഡിങ് ഹാബിറ്റ്സ് ഉണ്ടാവാം. അപ്പൊ എന്താ എൻവയോൺമെന്റൽ കോസസ് എന്തൊക്കെയാ വരുന്നത് എക്സാമിന് പേടി തോന്നാൻ? എൻവയോൺമെന്റൽ കോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്ത്, നമ്മളിൽ നിന്ന് പുറത്ത് വരുന്ന, ചുറ്റുപാടുന്ന് വരുന്ന എന്തൊക്കെ കാര്യങ്ങളായിരിക്കും? ഒന്ന് പറയാവോ? കുട്ടികൾ പറയാവോ എന്തുകൊണ്ടായിരിക്കും? ഇല്ല, അപ്പൊ ഞാൻ പറയാം. ഒന്ന്, മെയിൻ ആയിട്ട് പാരന്റ്സിന്റെ ഒരു എക്സ്പെക്ടേഷനാണ്. പാരന്റ്സിന് ഒരു ഹൈ എക്സ്പെക്ടേഷൻ ഉണ്ടാവും കുട്ടികളെ കുറിച്ച്. ഇപ്പൊ എന്റെ മോനോട് ഞാൻ പറയാം, അവൻ 12th പരീക്ഷ എഴുതാൻ പോവാണ്. അവനോട് ഞാൻ പറയും, നീ പേടിക്കണ്ട, എനിക്ക് എത്ര മാർക്ക് കിട്ടിയാലും ഞാൻ ആക്സെപ്റ്റ് ചെയ്യും, എനിക്ക് അതിലൊരു വിഷമമില്ല, എനിക്ക് പറ്റുന്ന രീതിയിൽ പരമാവധി എഴുതുക. ഞാൻ എപ്പോഴും പറയുന്നതാണ്, യു ഡു യുവർ ബെസ്റ്റ് ആൻഡ് ലീവ് ദ റെസ്റ്റ് എന്നാണ്. റൈറ്റ്? എന്താണെന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്യുക, ബാക്കി വിട്ടുകളയാ. അപ്പൊ പാരന്റ്സിന് ഹൈ എക്സ്പെക്ടേഷൻ ഉണ്ടാവും. ഇനി പാരന്റ്സ് നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, അവര് കുഴപ്പമില്ല, എത്ര കിട്ടിയാലും ആ മാർക്ക് മതിയെന്ന് പറഞ്ഞാലും റിലേറ്റീവ്സ് സമ്മതിക്കില്ല, അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകൾ, നമ്മുടെ വെൽവിഷേഴ്സ് എന്ന് പറയുന്ന ആളുകൾ സമ്മതിക്കില്ല. ചിലപ്പോൾ അവരുടെ നെഗറ്റീവ് കമന്റ്സ് വരും. നീ ഈ രാമേന്ദ്ര സാറിന്റെ മോനായിട്ട് ഇത്രയും മാർക്കേ കിട്ടിയുള്ളോ, അങ്ങനെയൊക്കെ ആളുകൾ ചോദിക്കും. അല്ലെങ്കിൽ മറ്റുള്ളവര്, അവനെന്താ എൻട്രൻസിന് പോകുന്നില്ലേ, അവൻ എത്ര മാർക്കാ കിട്ടിയേ? ഈ ചുറ്റുവട്ടത്തുള്ള ആളുകൾ ചോദിക്കുന്നത് ഒരു പ്രഷറാണ്. അതും ചിലപ്പോ കുട്ടികൾക്കോ പാരന്റ്സിനോ ഉൾക്കൊള്ളാൻ പറ്റാതെ വന്നേക്കാം.
ഇതൊക്കെ കൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ സ്ട്രെസ്സിലേക്ക് ഫസ്റ്റ് സ്റ്റേജ് ഡിമാൻഡ് പാരന്റ്സിന്റെ, റിലേറ്റീവ്സിന്റെ, അല്ലെങ്കിൽ വെൽവിഷേഴ്സിന്റെ, ചുറ്റുള്ള ആളുകളുടെ, നൈബേഴ്സിന്റെ ഒക്കെ കമന്റ്സ്. അത് പലപ്പോഴും മോട്ടിവേറ്റിംഗ് ആവണമെന്നില്ല, നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള കമന്റ്സ് വന്നേക്കാം. പിന്നെ പുവർ സ്റ്റഡിങ് ഹാബിറ്റ്സ് ആണ്, സ്റ്റൈൽസ് ആണ്. റോട്ട് മെമ്മറി, ബൈഹാർട്ട് പഠിക്കുക, കോൺസെൻട്രേഷൻ ഇല്ലാതെ പഠിക്കുക, അല്ലെങ്കിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ അന്നൊന്ന് പഠിക്കാതിരിക്കുക. പിന്നെ നെഗറ്റീവ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. നെഗറ്റീവ് തിങ്കിങ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഞാൻ മോശമാണ്, എന്നെ കൊണ്ട് ഇത്രേ പറ്റൂ, എനിക്ക് മെമ്മറി ഇല്ല, എനിക്ക് അത്രേ ബുദ്ധിയുള്ളൂ, ഞാൻ ഇന്റലിജന്റ് അല്ല, എനിക്ക് മാത്സ് പഠിക്കാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ. ലോ സെൽഫ് എസ്റ്റീം. ചില കുട്ടികളുടെ സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. ഞാൻ കണ്ടിട്ടുണ്ട് പല കുട്ടികളും അവർ പാരന്റ്സ് പറയും, ഞാൻ പറയും എന്തുകൊണ്ട് ഡൗട്ട് ചോദിക്കുന്നില്ല നിങ്ങൾ? ഡൗട്ട് ചോദിക്കാൻ പേടിയാണ്. ഒരു ഡൗട്ട് അധ്യാപകനോട് ചോദിക്കാത്ത കുട്ടികളുണ്ട്. 12ാം ക്ലാസ് കഴിഞ്ഞിട്ടും ഒരിക്കൽ പോലും ഒരു ഡൗട്ട് അധ്യാപകന്റെ അടുത്ത് പോയിട്ട് ചോദിക്കാൻ പോലും പേടിയുള്ള കുട്ടികളുണ്ട്. ആലോചിച്ച് നോക്കിയേ. അപ്പൊ അങ്ങനെയുള്ള അത് ഇറാഷണൽ തിങ്കിങ്ങും ബിലീഫ്സും ഉണ്ടാവാം. ഈ ഡൗട്ട് ചോദിക്കാൻ പോലും പേടിക്കുന്ന കുട്ടികൾ, അങ്ങനെയുള്ള സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതിനൊക്കെയുള്ള ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. എന്താണ് സ്ട്രെസ്? ഞാൻ ഇതുവരെ പറഞ്ഞ എന്താണ് പേടി വരാനുള്ള കാരണം, എന്താണ്, എന്തുകൊണ്ട് സ്ട്രെസ് ഉണ്ടാവുന്നു. 2 തരം സ്ട്രെസ്സിനെ കുറിച്ച് പറഞ്ഞു, യൂസ്ട്രെസ്സും രണ്ടാമത്തെ ഏതാണ്, ഡിസ്ട്രെസ്സും. നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന സ്ട്രെസ് ഡിസ്ട്രെസ് ആണ്. ഇനി അതിന്റെ പോസിബിൾ ആയിട്ടുള്ള കോസസ് ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോയതാണ്, ടൈം ഒരുപാട് എടുക്കണ്ടെന്ന് കരുതിയിട്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇത് ഫസ്റ്റ് അതിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. ഇത് എങ്ങനെയൊക്കെ ഒഴിവാക്കാം, പ്രാക്ടിക്കൽ ആയിട്ട് ഇത് എങ്ങനെയൊക്കെ നമുക്ക് സ്ട്രെസ് ഒഴിവാക്കാം, അല്ലെങ്കിൽ പേടി എങ്ങനെയൊക്കെ ഒഴിവാക്കാം. ഇത് ഒഴിവാക്കാന്ന് പറഞ്ഞാൽ ഞാനൊരു ഈ സ്പീച്ച് നടത്തിയോണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ കാര്യം അതുകൊണ്ട് മാത്രം ഒഴിവാക്കാൻ പറ്റില്ല. നമ്മളില് സ്വഭാവത്തിൽ മാറ്റം വരുത്തണം. അതിനുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചില എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതൊന്ന് ട്രൈ ചെയ്യാം. എല്ലാവർക്കും ഒരുപോലെ പറ്റണം എന്നില്ല, എന്നാലും അത് ട്രൈ ചെയ്യാം. അപ്പൊ ഇതില് ഈ പേടിയെ കുറിച്ച് നമ്മുടെ ജപ്പാനില് അവിടെ സമുറായ് ഒരു കഥ പറയാറുണ്ട്. ജപ്പാനില് അവിടെ സമുറായ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്, യോദ്ധാക്കളാണ്. അവിടെ ഒരു സമുറായ് ഉണ്ടായിരുന്നു. ഒരു ചെറിയ കഥയാണ്. ഈ സമുറായ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫൈറ്ററാണ്. ഒരുപാട് യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത വളരെ സ്ട്രോങ് ആയിട്ടുള്ള, ബോൾഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു സമുറായ്. അദ്ദേഹത്തിന്റെ ധ്യാന ഗുരുവിനെ കാണാൻ ചെല്ലുകയാണ്. ധ്യാന ഗുരുവിനെ ചെന്ന്, അദ്ദേഹത്തിന്റെ ഗുരുവാണ്, ഗുരുവിന്റെ അടുത്ത് പോയപ്പോ അദ്ദേഹം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഞാന് എത്രയോ യുദ്ധത്തിൽ പങ്കെടുത്തു, എത്രയോ ആളുകളെ വധിച്ചിട്ടുണ്ട്, എത്രയോ സമയം മരണത്തെ മുഖാമുഖം കണ്ടിട്ടുണ്ട്, അപ്പോഴൊന്നും ഞാൻ പേടിച്ചിട്ടില്ല. പക്ഷേ ഗുരു, നിങ്ങളടുത്ത് വരുമ്പോ ഞാൻ പേടിക്കുകയാണ്. എനിക്കൊരു പേടി തോന്നുകയാണ്. വേറെ ഒരിക്കൽ പോലും എനിക്ക് പേടി തോന്നിയിട്ടില്ല. നിങ്ങളടുത്ത് വരുമ്പോ, ഗുരുവിന്റെ അടുത്ത് വരുമ്പോ എനിക്ക് പേടി തോന്നുകയാണ്. ഒരു രാത്രിയാണ്, നിലാവുള്ള രാത്രി. ഈ ഗുരു അദ്ദേഹത്തെയും കൂട്ടി പുറത്തിറങ്ങാണ്. ഞാൻ പറയുന്നത് കേൾക്കണ്ടല്ലോ അല്ലേ സാർ? സാറെ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഗുരു ആ ശിഷ്യനെയും കൂട്ടി പുറത്തിറങ്ങാണ്. അപ്പൊ ആ നിറയെ മരങ്ങളാണ്. ആ മരങ്ങളുടെയൊക്കെ നിഴലുകൾ കാണാം. വലിയ മരത്തിന് വലിയ നിഴല്, ചെറിയ മരത്തിന് ചെറിയ നിഴല്. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ശിഷ്യനോട് ചോദിച്ചു, സമുറായോട് ചോദിച്ചു, ഈ മരങ്ങള് എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നു, ഈ ചെറിയ മരം എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വലിയ മരത്തെ കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു, അല്ലെങ്കിൽ ഞാൻ എന്താ ചെറുതായി പോയേ, ആ മരം വലുതായി പോകുന്നു, വലിയ മരങ്ങളാണ്, അപ്പോ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാത്ത, എങ്ങനെയാ പറയാത്തതെന്ന് ചോദിച്ചപ്പോ ഈ ശിഷ്യൻ പറഞ്ഞു, അതിനൊരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല, മരങ്ങൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഗുരു പറഞ്ഞു, ദാറ്റ് ഈസ് ഇറ്റ്. നിനക്കറിയാം, നമ്മൾ വെറുതെ ആളുകൾ തമ്മിൽ കമ്പയർ ചെയ്യാണ്. കമ്പയർ ചെയ്തിട്ട് അഥമ ചിന്താഗതി നമ്മുടെ മൈൻഡിലേക്ക് വരികയാണ്. ഞാൻ അവരെ പോലെയല്ല. ഒരിക്കലും 2 ഇൻഡിവിജ്വൽ ഒരുപോലെ ആവില്ല. ഈ കാര്യം മനസ്സിലാക്കാൻ നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് നമുക്ക് മാർക്ക് കുറഞ്ഞു പോവോ എന്നുള്ള പേടിയുണ്ട്. പേടിച്ച് ജീവിക്കുകയാണ്. നോക്കിയേ, നമ്മള് എത്ര തവണ പേടിക്കുന്ന ഒരു ദിവസം. എത്രയോ തവണ ആളുകൾ പറഞ്ഞു, ഞാൻ പേടിച്ചു മരിച്ചുപോയി, പേടിച്ച് ചത്തുപോയി എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. അങ്ങനെ എത്ര തവണ പേടിക്കുന്നു. ആക്ച്വലി ഈ പറഞ്ഞ പേടി എന്ന് പറയുന്നത് എന്താണ്, നിഴലിനെ പോലും പേടിക്കേണ്ട ആവശ്യമില്ല, ഒരു കാര്യത്തെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതെങ്ങനെ മാറ്റിയെടുക്കാം, ഈ പേടി എന്ന് പറയുന്ന ഈ കാര്യത്തെ എങ്ങനെ മാറ്റിയെടുക്കാം? അപ്പൊ എന്റെ പ്രാക്ടിക്കൽ ആയിട്ട് എനിക്കുള്ള സജഷൻസ് ആണ് ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോ ഒന്നാമത്തേത്, ഏറ്റവും ആദ്യത്തേത് ഞാൻ പറഞ്ഞു, നമ്മുടെ പേടി വരുന്നതൊക്കെ എവിടെയാണ്?
എക്സാം തോറ്റത് കൊണ്ടാണ് ആളുകൾ, എക്സാം തോക്കുന്ന ആളുകളൊക്കെ സൂയിസൈഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. എക്സാം തോക്കുന്ന ആളുകളൊക്കെ മോശക്കാരായി പോകുന്നുണ്ടോ? ഇല്ല. പിന്നെ എക്സാം തോൽക്കുന്നത് ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ആളുകളുടെ പെർസെപ്ഷൻസിന്, ആളുകളുടെ ചിന്തയെ. അപ്പൊ ആദ്യം മാറ്റേണ്ടത് ആളുകളുടെ, കുട്ടികളുടെ മൈൻഡ് സെറ്റാണ്. മനസ്സിലാണ് മാറ്റം ഉണ്ടാവേണ്ടത്. അവരുടെ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്താഗതി മാറണം. കുട്ടികളുടെ മൈൻഡിലേക്ക് വരുന്ന തെറ്റായ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റിനെ നമ്മൾ മാറ്റിയെടുത്താൽ മാത്രമേ ഇതിനൊരു പരിഹാരമാവുള്ളൂ. അതിനെന്താ ചെയ്യണ്ടേ? അതിനാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. നമ്മൾ ഒന്നാമത്തെ കാര്യം ഞാൻ പറയണത്, നമ്മുടെ മൈൻഡിനെ മാറ്റിയെടുക്കണം. മൈൻഡിനെ മാറ്റിയെടുക്കുന്നത് എങ്ങനെയാ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമുക്ക് 2 മനസ്സുണ്ട്. കേട്ടിട്ടുണ്ടോ? നമുക്ക് രണ്ടുമല്ല, ഫ്രോയിഡിന്റെ തിയറി അനുസരിച്ച് 3 മനസ്സുണ്ട്. നമ്മുടെ പ്രധാനമായിട്ട് 2 മനസ്സാണ് ഏറ്റവും കൂടുതൽ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. ഏതൊക്കെയാ പറയാമോ ആർക്കെങ്കിലും? ഒന്ന് കോൺഷ്യസ് മൈൻഡ് ആണ്, ബോധ മനസ്സും. രണ്ടാമത്തേത് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും, ഉപബോധ മനസ്സ്. അപ്പൊ കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആയിട്ട് മൈൻഡ്, നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന, ഞാനിപ്പം ചെയ്യുന്നൊക്കെ കോൺഷ്യസ് മൈൻഡിലാണ്. എന്നാൽ നമ്മുടെ സ്വഭാവം രൂപീകരിക്കുന്നതും നമ്മുടെ പേടി, അതുപോലെയുള്ള എല്ലാ ഫീലിങ്സും ഉണ്ടാവുന്നതും നമ്മളെ കൺട്രോൾ ചെയ്യുന്നതും ഒക്കെ ഏതിലാണ്? ഈ സബ് കോൺഷ്യസ് മൈൻഡിലാണ്, ഉപബോധ മനസ്സിലാണ്. അപ്പൊ കോൺഷ്യസ് മൈൻഡ് തീരുമാനങ്ങൾ എടുക്കുന്നു, പക്ഷെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഫീഡ് ചെയ്യുന്നത് എവിടെയാണ്? സബ് കോൺഷ്യസ് മൈൻഡിലാണ്. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡ് ആണ് നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ പെരുമാറ്റത്തെ, നമ്മുടെ ഫീലിങ്സിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡിന് നമുക്ക് കണ്ടീഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എന്താണോ ഫീഡ് ചെയ്യുന്നത്, നമ്മൾ എപ്പോഴും ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണോ നമ്മുടെ മൈൻഡിലേക്ക്, അത് നമ്മളായിത്തീരും. നമ്മൾ എന്താണോ നമ്മുടെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് പറയാണ്, എനിക്ക് പേടിയാണ്, എക്സാമിനെ പേടിയാണ്. ഒരു 4 പ്രാവശ്യം പറയുന്നു, വർഷങ്ങളായിട്ട് പറയുന്നു, നമ്മൾ പേടി തന്നെയാണ്. നമ്മളെ പിന്നെ നെപ്പോളിയൻ ബോണപ്പാർട്ട് പറയാറുണ്ട്, നമ്മൾ തോൽക്കുന്നു വിചാരിച്ചാൽ തോറ്റത് തന്നെ. അതുപോലെ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് എന്ന് പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയാ, നമ്മള് എന്താണോ പേടിക്കേണ്ടത്, നമ്മൾ പേടിയെ മാത്രമാണ്. നമ്മൾ ഭയം തോന്നേണ്ടത് ഭയത്തെ മാത്രമാണ്. അപ്പൊ നമ്മുടെ മൈൻഡിൽ എന്താണോ, ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമ്മളൊരു സിനിമ കാണണം എന്ന് തീരുമാനിക്കുകയാണ്. ഏത് സിനിമ കാണണം എന്ന് തീരുമാനിക്കുന്നത് കോൺഷ്യസ് മൈൻഡാ. നമ്മൾ തീരുമാനിക്കുകയാണ് ഏതെങ്കിലും ഒരു സിനിമ കാണാൻ പോകുന്നു. അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ കോൺഷ്യസ് ആക്റ്റീവ് മൈൻഡിന്റെ റോള് കഴിഞ്ഞു. സിനിമ കാണാൻ തുടങ്ങിയ പിന്നെ ആക്റ്റീവ് ആവുന്ന ആരാണ്? സബ് കോൺഷ്യസ് മൈൻഡാ. അതുകൊണ്ട് കരയേണ്ട ഒരു സീൻ വന്നാൽ കരയും. നമ്മൾ ആക്റ്റീവ് ആയിട്ടുള്ള മൈൻഡ് പറയോ കരയാൻ വേണ്ടിയിട്ട്? ഇല്ല. സബ് കോൺഷ്യസ് മൈൻഡിലാണ് കരച്ചിലൊക്കെ വരുന്നത്. അതായത് ചിരിക്കേണ്ട റോൾ വന്നാൽ ചിരിക്കും. പിന്നെ ചൂസ് ചെയ്യാവുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ആണെങ്കിലും പിന്നെ നമ്മളെ ചൂസറെ കൺട്രോൾ ചെയ്യുന്നത് ചോയ്സ് ആണ്, അതായത് സബ് കോൺഷ്യസ് മൈൻഡാണ്. ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ എങ്ങനെ കണ്ടീഷൻ ചെയ്യാൻ പറ്റും? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മളൊരു ദിവസം എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അത് നമ്മളായിത്തീരും. നമ്മൾ സ്ഥിരമായിട്ട് എന്താണോ നമ്മൾ ഫീഡ് ചെയ്യുന്നത്, നമ്മുടെ മൈൻഡിലേക്ക് എന്താണോ കൊടുക്കുന്നത്. നിങ്ങൾ പ്രശസ്തമായ ഒരു ഇത് പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടാവും, ഇംഗ്ലീഷിലാണ്. സോ എ തോട്ട്, ഒരു ചിന്തയിലാണ് എല്ലാം തുടങ്ങുന്നത്. ഈവൻ മൈൻഡ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കൂട്ടം ചിന്തകളാണ്. സോ എ തോട്ട് റീപേ ആക്ഷൻ ആണ്. നമ്മളൊരു ചിന്തയെ കൊടുത്തിട്ട് ഒരു ചിന്തിക്കുന്ന എന്താണോ അത് നാളെ ആക്ഷൻ ആയിട്ട് മാറും. സോ എൻ ആക്ഷൻ, സ്ഥിരമായിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നാൽ അത് എന്തായിട്ട് മാറും? അതൊരു ഹാബിറ്റ് ആയിട്ട് മാറും. അങ്ങനെ സോ എ ഹാബിറ്റ്, ആക്ഷൻ, സോ എ തോട്ട് ആക്ഷൻ ആയിട്ട് മാറും, ആക്ഷൻ ഹാബിറ്റ് ആയിട്ട് മാറും. അങ്ങനെ സ്ഥിരമായിട്ട് നമ്മളൊരു ഹാബിറ്റ് ആയി കഴിഞ്ഞാൽ ആ ഹാബിറ്റ് എന്തായിട്ട് മാറും? ക്യാരക്ടർ ആയിട്ട് മാറും. ആ ക്യാരക്ടർ ഫൈനലി എന്തായിട്ട് മാറും? നമ്മുടെ ഭാവിയായി, ഡെസ്റ്റിനി ആയിട്ട് മാറും. ഇവിടെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ എങ്ങനെ നമ്മൾ കണ്ടീഷൻ ചെയ്യാം? അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ റിഫ്ലക്സ് ആക്ഷൻ ആണ്, ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ കോൺഷ്യസ് മൈൻഡ് എന്ന് നമ്മൾ തീരുമാനിച്ചെടുക്കുന്ന ഡിസിഷൻസ് ആണെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് റിഫ്ലക്സ് ആക്ഷൻ, ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഒരു സിമ്പിൾ എക്സാമ്പിളും കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ അതിനെ പ്രോഗ്രാം ചെയ്യുന്നു, നമ്മുടെ മൈൻഡിനെ എങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നു എന്ന് എങ്ങനെ മനസ്സിലാക്കാം. നമ്മൾ ഒരു ബൈക്ക് ഓടിക്കുന്ന കാര്യം എടുക്കുക. ബൈക്ക് ഓടിക്കുന്ന കാര്യത്തിന് ഒരു 4 സ്റ്റേജ് ഉണ്ട്. ഒരു ചെറിയ കുട്ടി, ഏറ്റവും ചെറിയൊരു കുട്ടിയും ബൈക്ക് ഓടിക്കുമ്പോൾ ആ കുട്ടി പറയുന്ന കുട്ടിക്ക് എങ്ങനെയായിരിക്കും ബൈക്ക് ഓടിക്കുന്ന കാര്യം വരുമ്പോൾ ആ കുട്ടി എന്തായിരിക്കും ആലോചിക്കുന്നത്? അത് അൺകോൺഷ്യസ് ഇൻകോമ്പിറ്റൻസ് ആണ്. വണ്ടി ഓടിക്കാനും അറിയില്ല, അതെങ്ങനെയാ ഓടിക്കേണ്ടതിന്റെ ബോധവും ഇല്ല, അതിന്റെ പ്രവർത്തനങ്ങളും അറിയില്ല. അടുത്ത സ്റ്റേജിൽ കുട്ടി കുറച്ചും കൂടി വലുതാവുമ്പോൾ
കോൺഷ്യസ് ആവുകയാണ്. എങ്ങനെയാണ് വണ്ടി ഓടിക്കണം എന്നറിയാം, പക്ഷെ വണ്ടിയുടെ ഘടനകളൊക്കെ അറിയാം, പക്ഷെ വണ്ടി ഓടിക്കാൻ അറിയില്ല. മൂന്നാമത്തെ സ്റ്റേജിൽ കോൺഷ്യസ് ആണ് ഒരാള്, വണ്ടി ഓടിക്കാൻ അറിയാം, അതുപോലെ അതിനെക്കുറിച്ചുള്ള പ്രവർത്തനങ്ങളും അറിയാം, കോമ്പിറ്റന്റും ആണ്, വണ്ടി ഓടിക്കാനും അറിയാം. നാലാമത്തെ സ്റ്റേജിൽ നമ്മൾ ഫുള്ളി കണ്ടീഷൻഡ് ആണ്, അൺകോൺഷ്യസ് ആണ്. നമ്മൾ വണ്ടി ഓടിക്കേണ്ട ഒരു ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ എപ്പോഴും എന്തൊരു പെട്ടെന്ന് വെട്ടിക്കാനോ അല്ലെങ്കിൽ ബ്രേക്ക് ചവിട്ടാനോ ഒന്നും നമ്മൾ കോൺഷ്യസ് മൈൻഡ് കമാൻഡ് കൊടുക്കണ്ട. ഓട്ടോമാറ്റിക്കായിട്ട് സബ് കോൺഷ്യസ് മൈൻഡിന് കമാൻഡ് വന്നോളൂ. ആ രീതിയിൽ മൈൻഡിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ അതിനെ കണ്ടീഷൻ ചെയ്യണം, പ്രോഗ്രാം ചെയ്ത് മാറ്റാൻ വേണ്ടി തയ്യാറാവണം. അപ്പൊ ഈ പ്രോഗ്രാം എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. കുട്ടികൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഇനിയിപ്പോ എക്സാമിന്റെ സമയത്ത് അത്രയും സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാൽ എക്സാം കഴിഞ്ഞാലും എപ്പോഴായാലും നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ മൈൻഡിനെ, സബ് കോൺഷ്യസ് മൈൻഡിനെ, ഉപബോധ മനസ്സിനെ പ്രോഗ്രാം ചെയ്തെടുക്കണം. നമ്മുടെ സ്വഭാവത്തിൽ നിങ്ങൾ ടേക്ക് എ ലിസ്റ്റ്, പ്രിപ്പയർ എ ലിസ്റ്റ്. എന്തൊക്കെയാണ് നിങ്ങളെ നല്ല ഹാബിറ്റ്സ്? എല്ലാവർക്കും നല്ല ഹാബിറ്റ്സ് ഉണ്ടാവും, മോശം ഹാബിറ്റ്സ് ഉണ്ടാവും. നല്ല ഹാബിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കുക. പേടി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മോശം ഹാബിറ്റാ അല്ലേ? അതുപോലെ രാവിലെ എഴുന്നേറ്റ് പഠിക്കാൻ പറ്റുന്നില്ല മോശം ഹാബിറ്റ്. അങ്ങനെ ഒരുപാട് ഹാബിറ്റ് ഉണ്ട്, നല്ല ഹാബിറ്റ് ഉണ്ട്. ഈ നല്ല ഹാബിറ്റും മോശം ഹാബിറ്റ്സും ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി തയ്യാറാകുക. എങ്ങനെ പ്രോഗ്രാം ചെയ്യുക? 2 കാര്യങ്ങൾ ചെയ്താൽ മതി. ഒന്ന്, ഓട്ടോ സജഷൻസ് ആണ്. ഓട്ടോ സജഷൻസ് മാത്രം പോരാ, അതിന്റെ കൂടെ വിഷ്വലൈസേഷൻ ചെയ്യാനും പറ്റണം. എന്താ ഓട്ടോ സജഷൻസ് എന്ന് പറഞ്ഞാല്? ഓട്ടോ സജഷൻസ് എന്ന് പറയുന്നത് നമ്മളെ കുറിച്ച് നടത്തുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മളെ കുറിച്ച് നമ്മൾ പറയുന്ന ചില സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആയിരിക്കണം. നിങ്ങൾ എന്താണോ നിങ്ങളെ കുറിച്ച് പറയുന്നത്, നിങ്ങളെ കുറിച്ച് എന്താണ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത്, നിങ്ങൾ എങ്ങനെയുള്ള ആളാണ്, നമ്മൾ എങ്ങനെയുള്ള ആളാണ്, നിങ്ങൾ എന്താ പറയാ, നിങ്ങളെ കുറിച്ച് ഒരു ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ നിങ്ങൾ എന്താ പറയാ, അത് പോസിറ്റീവ് ആണോ? പോസിറ്റീവ് അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലത് നിങ്ങൾ മുമ്പേ കുറെ ഫീഡ് ചെയ്തുകൊണ്ടാണ് അത് നെഗറ്റീവായിട്ട് വരുന്നത്. അപ്പൊ കുറച്ച് ഓട്ടോ സജഷൻസ് ഉണ്ടാക്കി വെക്കുക. നമ്മളെ കുറിച്ച് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കി വെക്കുക. എന്തൊക്കെയായിരിക്കും നിങ്ങൾ പറയാം? നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് കുട്ടികൾക്ക് ആരെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് നിങ്ങൾ ഒരു ഓട്ടോ സജഷൻ നിങ്ങളെ കുറിച്ച് ഇപ്പം നിങ്ങൾ എഴുതാൻ പറഞ്ഞാൽ, നിങ്ങളെ കുറിച്ച് നിങ്ങളോട് ഞാൻ പറയാണ്, നിങ്ങളെ കുറിച്ച് ഒന്ന് എഴുതും. നിങ്ങളുടെ നിങ്ങൾ എങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്, എങ്ങനെയുള്ള ഒരാളാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒന്ന് പറയാവോ? എങ്ങനെയാ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് നിങ്ങളെ കുറിച്ച്? മൈക്ക് ഓൺ ചെയ്ത് പറയൂ. കുട്ടികൾക്ക് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? പറയാൻ മടിയാണെ പറയണ്ട, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. പക്ഷെ നിങ്ങളത് പറയണം, നിങ്ങളോടെങ്കിലും പറയണം, എന്നോട് പറയണ്ട. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളോട് തന്നെ പറയണം. നിങ്ങൾ എങ്ങനെയുള്ള ആളാണെന്ന് ഇന്നെങ്കിലും ഒന്ന് എഴുതി വെക്കുക. നിങ്ങൾ എങ്ങനെയുള്ള ആളാണ്, എന്തൊക്കെയാ നിങ്ങളുടെ പ്രത്യേകതകൾ. ഓക്കെ. അപ്പൊ ഓട്ടോ സജഷൻസ് ഞാൻ പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള നിങ്ങളെ കുറിച്ചുള്ള ഒരു കമന്റ് ആണ്. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കമന്റ് എന്നല്ല, സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങളെ കുറിച്ച് നിങ്ങൾ എഴുതുന്ന ഒരു പ്രസ്താവനയാണ്. ആ പ്രസ്താവന ഇപ്പോഴങ്ങനെ അല്ലെങ്കിൽ പോലും നിങ്ങൾ എഴുതി ഉണ്ടാക്കണം. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ആ ഓട്ടോ സജഷൻസ് നമ്മളത് എഴുതി ഉണ്ടാക്കുക. അതിന്റെ കൂടെ തന്നെ അത് മാത്രം പോരാ, വിഷ്വലൈസേഷൻ നടത്തുകയും വേണം. വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. നിങ്ങൾ ഭാവിയിൽ എങ്ങനെയുള്ള ആളായി മാറണം, ഭാവിയിൽ നിങ്ങൾ എങ്ങനെയുള്ള ആളായി മാറണമെന്ന് നിങ്ങളുടെ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെയുള്ള ആളാവണം എനിക്ക്, ഭാവിയിൽ ഞാൻ എങ്ങനെ ആയി തീരണം എന്ന് നിങ്ങൾ തീരുമാനിച്ചാല് ഭാവിയിൽ എങ്ങനെയുള്ള ആളായി അത് നിങ്ങളുടെ മൈൻഡിൽ കാണാൻ പറ്റി, ഒരു ഇമാജിനേഷൻ ഉണ്ടാക്കണം, ഒരു ഭാവനയിൽ കാണാൻ വേണ്ടി പറ്റണം. ഈ 2 കാര്യങ്ങൾ ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പറയാം. അപ്പൊ നിങ്ങൾ ഈ ഓട്ടോ സജഷൻസ് ഉണ്ടാകും. ഞാൻ പറഞ്ഞു ഓട്ടോ സജഷൻസ് ചെയ്യാൻ പറഞ്ഞു. ഈ ഓട്ടോ സജഷൻസ് എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത്? അത് സ്ഥിരമായിട്ട് ചെയ്താൽ നമുക്ക് മാറ്റം ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് നാളെ രാവിലെ 7:30 അല്ലെങ്കിൽ 7 മണിക്ക് ഒരു ടൂർ പോകാണ്ടെന്ന് വിചാരിച്ചു. ഇന്ന് രാത്രി കിടക്കുമ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ പറയാണ് എനിക്ക് രാവിലെ 5 മണിക്ക് എഴുന്നേക്കണം. നിങ്ങൾ രാവിലെ ഒരുപക്ഷെ ആരും വിളിക്കാതെ അലാറം വെക്കാതെ നിങ്ങൾ എഴുന്നേക്കാൻ പറ്റും. എഴുന്നേക്കൂലേ? എഴുന്നേക്കും. കാരണം എന്താ? നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് പറയുന്നു, സബ് കോൺഷ്യസ് മൈൻഡ് അത് ആക്സെപ്റ്റ് ചെയ്യുന്നു, രാവിലെ എഴുന്നേക്കുന്നു. അപ്പൊ ഇന്ന് രാത്രി പറഞ്ഞിട്ട് നാളെ രാവിലെ എഴുന്നേക്കാൻ പറ്റുവാണെങ്കിൽ അത് എല്ലാ ദിവസവും രാത്രി ഇങ്ങനെ പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ ലൈഫിൽ മൊത്തം മാറ്റം വരുത്താൻ പറ്റില്ലേ? പറ്റും. അപ്പോ കുട്ടികൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ ഓട്ടോ സജഷൻസ്, നിങ്ങളെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്, പ്രസ്താവന, അത് പോസിറ്റീവായിട്ട് പ്രസന്റ് ടെൻസിൽ എഴുതണം.
ആദ്യം നിങ്ങൾ എഴുതിക്കോളൂ. ഒരു 10, 15 എത്ര ഉണ്ടോ അതെല്ലാം ഒരു പേപ്പറിൽ എഴുതി വെക്കും. നിങ്ങളിൽ എന്ത് മാറ്റമാണ്, എന്താണ് നിങ്ങൾ ആവേണ്ടത്, അത് കൃത്യമായിട്ട് ഒരു 10, 15 ആയിക്കോട്ടെ, എത്ര ഉണ്ടോ അത്ര എഴുതുക. എന്തൊക്കെ എഴുതാം? അത് പാസ്റ്റ് ടെൻസിലാവരുത്, ഫ്യൂച്ചർ ടെൻസിലാവരുത്, പ്രസന്റ് ടെൻസിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതാണ് ആക്സെപ്റ്റ് ചെയ്യുക. പ്രസന്റ് ടെൻസിൽ നിങ്ങളെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് ആയിട്ട് എഴുതാൻ പാടില്ല. ഐ വിൽ നോട്ട് ബി എ ലേസി ഫെലോ എന്ന് എഴുതാൻ പാടില്ല. യു വിൽ നോട്ട് സി എ വൈറ്റ് എലഫന്റ് അല്ലെങ്കിൽ ബ്ലൂ എലഫന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ, കാരണം ഒരു വേർഡ് പറയുമ്പോൾ ആ വേർഡ് അല്ല നമ്മളെ മൈൻഡിലേക്ക് വരിക. നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് ആ ഇമേജ് ആണ്. അമ്മ എന്ന് പറയുമ്പോൾ, മദർ എന്ന് പറയുമ്പോൾ അമ്മയാണ് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത്. അതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിക്കരുത്, പകരം പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾ എഴുതി തയ്യാറാക്കുക. എന്തൊക്കെയാണ് നിങ്ങളുടെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റുക, എന്തൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഒന്ന്, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഐ എം എ കറേജിയസ് പേഴ്സൺ. എല്ലാം പ്രസന്റ് ടെൻസിൽ ഐ എം എ കറേജിയസ് പേഴ്സൺ ഒന്ന് എഴുതി. രണ്ടാമത്തെ എന്താ പറയാ? ഐ എം കമ്മിറ്റഡ് ടു വർക്ക് ഹാർഡ്, ഓർ ഐ കമ്മിറ്റ് ടു വർക്ക് ഹാർഡ്. ഐ വർക്ക് ഹാർഡ്. ഐ ഓൾവേസ് സീ ഗുഡ് തിങ്സ്. എല്ലായ്പ്പോഴും ഞാൻ മറ്റുള്ളവരിൽ നല്ല കാര്യങ്ങൾ കാണുന്നു. ഐ എം എ ഓണസ്റ്റ് പേഴ്സൺ. ഇതൊക്കെ എഴുതിക്കോളൂ. ഇതൊക്കെ എഴുതി കഴിയുമ്പോൾ ആദ്യമൊക്കെ ഇത് റിജക്ട് ചെയ്തെന്ന് വരാം. നമ്മുടെ സബ് കോൺഷ്യസ് ബോധ മനസ്സിൽ ഇത് റിജക്ട് ചെയ്തെന്ന് വരാം. കാരണം വർഷങ്ങളായിട്ട് നിങ്ങൾ, അല്ലെങ്കിൽ 10 വർഷമായിട്ട് നിങ്ങൾ മെമ്മറി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇപ്പൊ നിങ്ങൾ പറയുന്നു എനിക്ക് നല്ല മെമ്മറി ഉണ്ടെന്ന് നിങ്ങൾ എഴുതിയാൽ ചിലപ്പോ അവരത് ആക്സെപ്റ്റ് ചെയ്യില്ല, ചിലപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ അത് നിർത്തി വെക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എഴുതുന്ന പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് അത് 5 or 10 പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എഴുതി തയ്യാറാക്കി അത് നിങ്ങളുടെ റൂമിൽ എവിടെയെങ്കിലും കാണുന്നിടത്ത് വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കണം. ആ എഴുതി വെച്ച സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ മാറ്റില്ല. ഒരു പക്ഷെ 21 അല്ലെങ്കിൽ 41, ഒരു 50 ദിവസം ആയിക്കോട്ടെ. മിനിമം ഒരു 50 ദിവസം എടുക്കും. 50 ദിവസം നിങ്ങൾ ഒരു 2 പ്രാവശ്യങ്ങൾ രാവിലെ ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിക്കുക. എന്നിട്ട് അതിന്റെ കൂടെ ആക്ഷൻ വേണം, സപ്പോർട്ട് വേണം, ഹാപ്പി ആയിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഇന്ന് നന്നായിട്ട് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ വർക്ക് ചെയ്യാണ്, ഐ വർക്ക് ഹാർഡ്, ഐ ആം എ കറേജിയസ് പേഴ്സൺ. ഇത് പറഞ്ഞു നമ്മുടെ ഫീഡ് ചെയ്ത് നമ്മളെ അങ്ങനെ ആക്കി മാറ്റാൻ ഈ ഉപബോധ മനസ്സിന് പറ്റും. അതാണ് ഞാൻ പറഞ്ഞ ഓട്ടോ സജഷൻസ് ആൻഡ് വിഷ്വലൈസേഷൻ. ഇതൊന്ന് കുട്ടികൾ ഒന്നാമത്തെ സ്റ്റെപ്പില് നമ്മുടെ മൈൻഡിനെ മാറ്റുക. പേടിയിൽ നിന്നുള്ള മോചനം. പേടിയല്ല, ഈ പേടി മാത്രമല്ല, നമുക്ക് ഒരുപാട് സ്ട്രെസ് ലൈഫിൽ വരാം. അപ്പൊ ബോൾഡായിരുന്നേ പറ്റൂ. നമ്മൾ ബോൾഡായാലും മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. വി ഷുഡ് ബി വെരി ബോൾഡ്, കറേജിയസ്. പേടി ദൂരെ കളയണം. ഓക്കെ, ഇതാണ് എൻ്റെ ഒന്നാമത്തെ സജഷൻസ്. രണ്ടാമത്തെ കാര്യം രണ്ടാമത്തേത് കോൺഫിഡൻസ് ആണ്. സെൽഫ് കോൺഫിഡൻസ്. സാറേ വായിക്കുന്നുണ്ടോ? ഞാന് ഓക്കെ, പോയിന്റ്സ് കൂടി പറഞ്ഞു നിർത്താം. രണ്ടാമത്തേത് സെൽഫ് കോൺഫിഡൻസ് ആണ്. ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ഗുണം. ഞാൻ അതിൽ ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ സെൽഫ് കോൺഫിഡൻസ് പറഞ്ഞാൽ എന്താ? കോൺഫിഡൻസ് പറഞ്ഞ വിശ്വാസമാണ്, ട്രസ്റ്റ് ആണ്. ട്രസ്റ്റിൽ ആരിൽ ട്രസ്റ്റ് ആണ്? ആരിലാണ് ട്രസ്റ്റ് വേണ്ടേ? ഒന്ന് നമ്മളിൽ തന്നെ. ചിലപ്പോൾ നിങ്ങൾ പറയുന്ന കേട്ടില്ല, ചില ആൾ ചോദിക്കാറുണ്ട് എന്നെ അത്രയും വിശ്വാസമില്ലാണ്. അപ്പൊ അത്രയും വിശ്വാസമില്ല എന്ന് പറയാൻ നമ്മളിൽ തന്നെ നമുക്ക് വിശ്വാസമില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ മറ്റുള്ളവരെ നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും, നമ്മളിൽ നല്ല വിശ്വാസം വേണം. ഒരുപാട് കഥകളൊക്കെ രാമായണത്തിലും മഹാഭാരതത്തിലും, ഈ കഥകളൊക്കെ വളരെ നല്ലതാ. നമ്മളിൽ കോൺഫിഡൻസ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ബോൾഡായിട്ടിരിക്കാൻ ഈ കഥകളൊക്കെ നമ്മളെ സഹായിക്കും. നിങ്ങൾ രാമായണത്തിലെ കഥകൾ കേട്ടിട്ടില്ലേ? നമ്മുടെ വാനര സൈന്യം ശ്രീലങ്കയിലേക്ക് ചാടാൻ തയ്യാറായിട്ട് നിൽക്കുക. അപ്പോ അതില് നമ്മുടെ ആർക്കും ചാടാൻ ഇത്ര യോജന ചാടുന്നു പറഞ്ഞു, ആരും ഫുൾ അങ്ങോട്ട് ചാടാന്ന് പറയണില്ല. കഥ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഹനുമാനെ കാണുകയാണ്. ജാമ്പവാൻ പറയാണ്, ഹനുമാൻ എനിക്ക് ചാടാൻ പറ്റില്ലേ, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ജാമ്പവാൻ ഹനുമാനെ ഓരോ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. കോൺഫിഡൻസ് കൂട്ടുക. ഓരോ സ്റ്റെപ്പായിട്ട് നീ ആരായിരുന്നു? വായുഭഗവാന്റെ മോൻ. ആദ്യം എന്തിനെ? സൂര്യനെ ചാടാൻ വേണ്ടി, സൂര്യനെ പഴാന്ന് വിചാരിച്ച് ചാടിയ ആളാ. അങ്ങനെയൊക്കെ പറഞ്ഞ് ഹനുമാനങ്ങ് വളരുക. അപ്പൊ വളരെ ശക്തമായ ബോധം അല്ലെങ്കിൽ ഈ കോൺഫിഡൻസ് വളർത്തിയെടുക്കുക. ഞാൻ വേറൊരു ചെറിയൊരു സംഭവ കഥയല്ല, കൽപ്പിത കഥയാണ്. കഥയും കൂടി പറയാം, പെട്ടെന്ന് പറയാം. ഒരു ബിസിനസ്സുകാരൻ എല്ലാം ബിസിനസ്സൊക്കെ ചെയ്ത് ഭയങ്കര കഷ്ടത്തിലായി, എല്ലാം പൊളിഞ്ഞ് ആകെ വിഷമിച്ചിരിക്കുന്ന ആളായിരുന്നു.
ഒരു ദിവസം ഒരു പാർക്കിൽ പോയിട്ട് അങ്ങനെ ഇരിക്കുക, എന്ത് ചെയ്യും ഇനിയെന്ന് അറിയാതെ. അപ്പൊ അവിടത്തേക്ക് ഒരു ആള് കയറി വരികയാണ്, കുറച്ച് പ്രായമുള്ള ഒരാളാണ്. അയാൾ ചോദിച്ചു, നിനക്ക് ആകെ ബുദ്ധിമുട്ടാണല്ലേ, ഭയങ്കര കഷ്ടപ്പാടല്ലേ? ഒന്നും പറയാതെ അങ്ങോട്ട് കയറി സംസാരിച്ചിട്ട് ഉടനെ അദ്ദേഹത്തിന്റെ ബാഗിൽ നിന്ന് ഒരു ചെക്ക് വലിച്ചെടുത്തിട്ട് ഒരു ചെക്ക് എഴുതി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ കാശ് കൊണ്ടുപോയിട്ട് നിന്റെ കഷ്ടപ്പാടൊക്കെ തീർക്ക്, നിന്റെ ബിസിനസ് ഒക്കെ തുടങ്ങ്, അടുത്ത വർഷം നീ വീണ്ടും ഇവിടത്തേക്ക് വരിക, ഈ സമയത്ത് എനിക്ക് കാശ് തിരിച്ചു തന്നാൽ മതി. അയാൾ അന്തം വിട്ടുപോയി. ആ ചെക്ക് വായിച്ചു നോക്കിയപ്പോ 5 ലക്ഷത്തിന്റെ ചെക്ക്. അതിന്റെ അടിയിൽ റോക്ക്ഫെല്ലർ എന്ന് പറഞ്ഞ ഒരാള്, റോക്ക്ഫെല്ലർ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഏറ്റവും വലിയ പണക്കാരനാ. റോക്ക്ഫെല്ലർ ഒന്നും നോക്കാതെ 5 ലക്ഷം കൊടുത്തിരിക്കുക. ഈ ചെക്ക് അയാൾ കൊണ്ടുപോയി വെച്ച് വീണ്ടും ഉത്സാഹത്തോടെ, വർദ്ധിച്ച ഉത്സാഹത്തോടെ, ഈ കാശ് പക്ഷെ എടുത്തില്ല, അല്ലാതെ ബിസിനസ് ചെയ്തു, ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ബിസിനസ് ചെയ്തു. അദ്ദേഹം നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിച്ചു. അടുത്ത വർഷം അയാൾ വീണ്ടും ആ പാർക്കിൽ വന്നിരുന്നു. അപ്പോ ഈ മനുഷ്യൻ ഓടി വരികയാണ് അവിടെ. ഓടി വന്നിട്ട്, അപ്പൊ ഓടി വരുമ്പോൾ കൂടെ ഒരു സ്ത്രീയും കൂടി, ഒരു നഴ്സ് കൂടി ഉണ്ടായിരുന്നു. നഴ്സ് വന്നിട്ട് അയാളെ പിടിച്ചിട്ട് പറഞ്ഞു, ഇയാൾ ഇങ്ങനെയാണ്, ഇയാൾ റോക്ക്ഫെല്ലറാന്ന് പറഞ്ഞ് നടക്കും, കാണുന്ന ആൾക്കൊക്കെ ചെക്ക് എഴുതി കൊടുക്കും, എന്റെ ബാങ്കിൽ എടുത്തോ പറഞ്ഞിട്ട് ഒരു പൈസ. ഇയാള് ഈ ഭ്രാന്താശുപത്രിയിൽ നിന്നാണ് വരുന്നത്, അവിടുന്ന് ഓടി വന്ന ആളാണ്. ഈ സിസ്റ്റർ അവരെ പിടിച്ചുകൊണ്ട് പോവാണ്. അപ്പോഴാണ് ഈ ബിസിനസ്സുകാരന് മനസ്സിലായത്, എനിക്ക് ചെക്ക് തന്ന ആള് ഇതുപോലുള്ള ഒരാളാണ്, പക്ഷെ ആ കാശ് ഉണ്ട് എന്നുള്ള ഒരു ബോധമാണ്. അതാണ് കോൺഫിഡൻസ്. ആ കാശ് എനിക്കുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ കാശ് അയാൾ എടുത്തതേ ഇല്ല, പക്ഷെ ആ കോൺഫിഡൻസിന്റെ ശക്തി നിങ്ങൾ നോക്കിയോ. വേറെ ഒന്നുമില്ലെങ്കിലും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. ആ കോൺഫിഡൻസ് വേണം എന്തിനേയും ഫേസ് ചെയ്യാനുള്ള. ഞാൻ പറഞ്ഞ ഹനുമാൻജിയുടെ കോൺഫിഡൻസ് എങ്ങനെയാണോ ഹനുമാനെ കൊടുത്ത് തിരിച്ചു ചെയ്യുന്ന ആളുകളുണ്ട്. നിങ്ങൾ മഹാഭാരതത്തിൽ വേറെ കഥയുണ്ട്, ഈ കോൺഫിഡൻസ് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളെ ഒരു വസ്തുവിന് കൊള്ളില്ല. അവരെ ശല്യര് കർണനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കഥകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നത്? നമ്മൾ ഈ കഥ കേട്ടുകൊണ്ട് മാത്രം കോൺഫിഡൻസ് ഉണ്ടാവോ? ഇല്ല. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഓരോ കാര്യം ചെയ്തിട്ട് തന്നെ ഒറ്റയടിക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കാൻ പറ്റില്ല. കോൺഫിഡൻസ് ഇല്ലാത്തവര് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആ കോൺഫിഡൻസ് നർച്ചർ ചെയ്ത് വളർത്തി കൊണ്ടുവരണം. അതെങ്ങനെ പറ്റുക? ചെറിയ ചെറിയ കാര്യങ്ങൾ ടാസ്ക് എടുക്കുക, ചെറിയ ചെറിയ കാര്യങ്ങൾ ആദ്യം ചെയ്തു തുടങ്ങുക. ഇപ്പൊ ഒരു എക്സാമിന് വേണ്ട പഠിക്കേണ്ട ഒരു പാർട്ട്, ഒരു ചാപ്റ്ററിൽ ഏതാനും ചില കാര്യങ്ങൾ എടുത്ത്, അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്റർ പഠിക്കുക. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങളെ കുട്ടികളെ എക്സാമ്പിൾ കാര്യങ്ങൾ വെച്ചിട്ട് എക്സാമ്പിൾ പറയാം. ഒരു ചാപ്റ്റർ, ഒരു മാത്സിൽ ഒരു ചാപ്റ്റർ എടുക്കുന്നു, 10ലോ 12ലോ ആയിക്കോട്ടെ. ആ ചാപ്റ്റർ എടുത്തിട്ട് അത് നന്നായി പഠിച്ചിട്ട് പ്രീവിയസ് ഇയേഴ്സിൽ വന്ന ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്പൊ 4 പ്രോബ്ലം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചുള്ള മതിപ്പ് കൂടും, കോൺഫിഡൻസ് കൂടും. എനിക്ക് ഇത് പഠിക്കാൻ പറ്റുമെങ്കിൽ അടുത്തൊന്നും പഠിക്കാൻ പറ്റും. അങ്ങനെ ചെറിയ ചെറിയ ടാസ്ക് എടുത്ത് അങ്ങനെ വലിയ വലിയ ടാസ്കിലേക്ക് പോകണം. അങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഫിഡൻസ് കൂടും. അതിനുവേണ്ടി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എഫേർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. രണ്ടാമത്തേത് നമ്മുടെ പ്രിപ്പറേഷൻ ആണ്. നമ്മളെ നന്നായിട്ട് തയ്യാറായിട്ടുണ്ടോ ഈ എക്സാമിന് വേണ്ടിയിട്ട്? തയ്യാറായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എന്തുണ്ടാവും? ഈ പേടി ഉണ്ടാവില്ല, അല്ലെങ്കിൽ എക്സാമിനെ നന്നായിട്ട് ഫേസ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളാണ് നമ്മൾ പേടി ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ എക്സാം പേടി ഉണ്ടാക്കുന്ന. ഒന്ന്, തീർച്ചയായിട്ടും നമ്മൾ ആദ്യം പറഞ്ഞ നെഗറ്റീവ് മൈൻഡാണ്, കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. ആ 2 കാര്യങ്ങളെ ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ആയിട്ടില്ല എന്നുള്ളതാണ്. നമ്മളൊരു എക്സാമിന് പോകുമ്പോൾ പ്രിപ്പയർ ചെയ്യണം. ഞാൻ ഇന്ന് മാധവൻ സാർ പറഞ്ഞ ക്ലാസ്സിൽ സംസാരിക്കാൻ വരുമ്പോൾ ഞാൻ കുറച്ച് ബുക്കുകൾ നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ പ്രിപ്പയർ ചെയ്ത കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ കോൺഫിഡൻസ് ഉണ്ടാവും. പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും കോൺഫിഡൻസ് കുറയും, പേടി ഉണ്ടാവാം. അപ്പൊ ഇത്രയും എക്സാം വളരെ അടുത്ത അവസ്ഥയിൽ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല, പറ്റുന്ന പോലെ എഴുതാം. പക്ഷെ ഇനി അങ്ങോട്ടുള്ള എക്സാമിനെല്ലാം നന്നായിട്ട് ഒരുങ്ങണം. നന്നായിട്ട് ഒരുങ്ങണമെങ്കിൽ എഫക്റ്റീവ് സ്റ്റഡി സ്കിൽസ് വേണം, കോൺസെൻട്രേഷൻ കൂട്ടണം, കോൺസെൻട്രേഷൻ വരണം. ഏറ്റവും ഇമ്പോർട്ടന്റ് കോൺസെൻട്രേഷനാണ്. കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ തന്നെ പകുതി കാര്യങ്ങൾ ഓക്കെയാണ്. എങ്ങനെ കോൺസെൻട്രേഷൻ കൂട്ടാം? അതിന്റെ ഒരു ചെറിയൊരു ടിപ്പ്, എനിക്ക് തോന്നുന്ന ഒരു ടിപ്പ് മാത്രം ഞാൻ പറയാം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എഫക്റ്റീവ് സ്റ്റഡി സ്കിൽസിന് മാത്രം കുറെ ദിവസം ക്ലാസ് എടുക്കാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊക്കെ മാധവൻ സാർ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇതിനെക്കുറിച്ച് എങ്ങനെ കോൺസെൻട്രേഷൻ കൂട്ടാം? എന്താ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ബി ഇൻ ദ പ്രസന്റ്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ക്ലാസ്സിൽ ക്ലാസ് എടുക്കുന്ന അധ്യാപകര് ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട്, സിമ്പിൾ എക്സാമ്പിൾ എന്ന് ചോദിക്കുക, ഒരു പീരീഡ് ക്ലാസ് എടുത്തിട്ട് നിങ്ങൾ മാറിയിരുന്ന് അന്ന് വൈകിട്ട് വന്നിട്ട് ആ ക്ലാസ് എടുത്ത അധ്യാപകൻ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിച്ചതെന്ന് സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കിയിട്ടുണ്ടോ? കോൺസെൻട്രേഷൻ കൂട്ടാനുള്ള എന്ത് കോൺസെൻട്രേഷൻ കൂട്ടണമെങ്കിൽ നമുക്കൊരു ഗോൾ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു എയിം ഉണ്ടാവണം. ഞാൻ പറയുന്നത്, ഇന്ന് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ പഠിക്കാൻ പോവാണ്, ഇന്ന് സബ്ജക്ട് പഠിക്കാൻ പോവാണ്. ഈ ആദ്യത്തെ 1 മണിക്കൂർ എന്താ പഠിക്കാൻ പോകുന്നത്, അതിനെ നമ്മൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുക.
ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ, തുടക്കത്തിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 15 മിനിറ്റ് ഒക്കെ നമുക്ക് മൈൻഡിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും, കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അല്ലെങ്കിൽ അരമണിക്കൂർ അത് കൂട്ടിക്കൊണ്ടുവരണം. ആ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ പഠിക്കാൻ പോകുന്ന ഇന്ന ചാപ്റ്റർ ആണ്, ഈ ചാപ്റ്റർ പഠിക്കുന്നവരെ ഞാൻ വേറൊരു കാര്യം ആലോചിക്കില്ല എന്ന് വിചാരിച്ച് പഠിക്കുക. ഈ പഠിച്ചു കഴിഞ്ഞിട്ട് പുസ്തകം അടച്ചു വെച്ചിട്ട് അതൊന്ന് മനസ്സിൽ പറഞ്ഞു നോക്കുക, റൈറ്റ്? അതുപോലെ അധ്യാപകർ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ആ ക്ലാസ്സിൽ എന്താണോ ഡിസ്കസ് ചെയ്തത് അത് ഓർത്ത്, അപ്പൊ നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്, ഇത് മുഴുവൻ എനിക്ക് ഓർത്തെടുത്ത് എഴുതണം, അല്ലെങ്കിൽ ലെക്ചർ നോട്ട് ഉണ്ടാക്കുക, എന്നിട്ട് എഴുതിയെടുക്കുക. ആ നോട്ട് വെച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് നോക്കിയേ, കോൺസെൻട്രേഷൻ കൂട്ടാനുള്ള ഒരു വഴിയാണ്. വേറെന്ന് പറഞ്ഞാല് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളൊരു ഇമേജ്, ഒരു പടം, ആരുടെയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പടം, ഒരു സീനറി ആയിക്കോട്ടെ, ഒരു എൻവയോൺമെന്റ് ബന്ധപ്പെട്ട ആയിക്കോട്ടെ, ആ പടം എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ആ പടത്തെ മാത്രം ഒന്ന് നോക്കുക. അതിലെല്ലാം മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഒന്ന് നോക്കുക. അതിലെ പിക്ചേഴ്സ്, വരകൾ, ടെക്സ്റ്റേഴ്സ്, പാറ്റേൺസ് എല്ലാം എടുത്ത് നോക്കിയിട്ട് അതിനെ മാറ്റി വെച്ചിട്ട് മൈൻഡിൽ അതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് വരക്കാൻ പറ്റുന്ന ആളൊന്ന് വരച്ചു നോക്കുക, അല്ലെങ്കിൽ മൈൻഡിൽ ഒന്ന് കാണാൻ പറ്റുക. എല്ലാ ഡീറ്റെയിൽസും നമ്മൾ മൈൻഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഈ രീതിയിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും പഠിക്കുന്ന കാര്യത്തിൽ ഞാൻ പറഞ്ഞ പോർഷൻസ് ടാർഗറ്റ് ചെയ്ത് വെച്ച് പഠിക്കണം. ഇന്ന ചാപ്റ്റർ പഠിച്ചിട്ടേ വേറെ എന്തൊരു കാര്യം ചെയ്യുള്ളൂ. പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ പുസ്തകം അടച്ചു വെച്ചിട്ട് മൈൻഡിൽ പറഞ്ഞു നോക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ക്രമേണ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടി പറ്റും. ഇനി വേറൊരു കാര്യം, മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം നമ്മുടെ പ്രോഗ്രാം അവർ സബ് കോൺഷ്യസ് മൈൻഡ്, ബിൽഡ് കോൺഫിഡൻസ്. ഞാൻ സമയം വൈകിക്കൊണ്ടാണ് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. മൂന്നാമത്തേത്, അത് ഞാൻ മാധവൻ സാർ തുടക്കത്തിൽ പറഞ്ഞേ, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ എക്സാമിന് എന്നിട്ടും പേടിയുണ്ടെങ്കിൽ, നമ്മുടെ മാധവൻ സാർ ആദ്യം പറഞ്ഞ നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞ ചില കാര്യങ്ങളാണ് നിങ്ങളൊന്നും കൂടി ഓർമ്മിപ്പിക്കാൻ പോകുന്നത്. അതിലൊന്ന്, എക്സാം ടെസ്റ്റ് യുവർ പ്രസന്റ് ലെവൽ ഓഫ് പ്രിപ്പറേഷൻ, നോട്ട് യു. അത് ആദ്യം ഓർക്കണം. എന്നിട്ടും പേടിയുള്ള ആളുകൾ ഓർത്തു വെക്കേണ്ടത്, എന്നിട്ടും പേടിയുണ്ടെങ്കിൽ എക്സാം ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നെയല്ല, എൻ്റെ ഇപ്പോഴത്തെ ലെവലിലുള്ള പ്രിപ്പറേഷൻ എന്ന് ഓർത്തോണം. അപ്പൊ എക്സാമിന് കുറച്ച് മാർക്ക് കുറഞ്ഞാലും, സപ്പോസ് കുറച്ച് മാർക്ക് കുറഞ്ഞ് തോറ്റു എന്ന് തന്നെ വിചാരിച്ചോ, അതോടുകൂടി ഒന്നിന്റെ അവസാനമാണെന്ന് ഒരു കുട്ടിയും വിചാരിച്ചു പോകരുത്. ഇപ്രാവശ്യത്തെ എന്റെ പ്രിപ്പറേഷൻ ശരിയായില്ല, അത്രേ ഉള്ളൂ. എത്രയോ ആളുകൾ തോറ്റിട്ടുണ്ട്. തോൽവി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ തോൽവിയെ നമ്മൾ ആഘോഷിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആദ്യം പറഞ്ഞ, ഒരു പേടിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടല്ല ക്ലാസ്. അപ്പൊ നമ്മൾ തോൽവിയെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാനും, എത്രയോ ആളുകൾ തോറ്റതിന് ശേഷം ജയിച്ചു. നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ ആയിട്ടുള്ള APJ അബ്ദുൽ കലാം 23-ാമത്തെ വയസ്സിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിന് പോയി. അദ്ദേഹത്തിന് പൈലറ്റ് ആവാൻ വേണ്ടി പറ്റിയില്ല. 10 പേരിൽ 9 പേരെ എടുത്തുള്ളൂ. അങ്ങനെ അദ്ദേഹത്തിന് പരാജയപ്പെട്ട് വരേണ്ടി വന്നതാണ്. അങ്ങനെ എത്രയോ പേര് പരാജയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഓർക്കുക, നമ്മുടെ ഒരു ഫെയിലിയർ അല്ല. നിങ്ങൾ എക്സാമിൽ മാർക്ക് പറഞ്ഞാൽ യു ആർ നോട്ട് എ ഫെയിലിയർ. അതൊരിക്കലും പറയാൻ പറ്റില്ല. പറയുന്നത് എന്താണ്, നമുക്ക് ആക്സെപ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, എൻ്റെ ഇപ്പോഴത്തെ പ്രിപ്പറേഷൻ ശരിയായില്ല, അത് ഞാൻ മേക്കപ്പ് ചെയ്ത് അടുത്ത തവണ കൂടുതൽ നന്നായിട്ട് ജയിക്കാൻ പറ്റും, എന്നിട്ട് കുഴപ്പം പാടില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ ഈ പരീക്ഷ കഴിഞ്ഞോടുകൂടി, പരീക്ഷയെക്കുറിച്ചൊരു മിത്ത് ഉണ്ട്. എന്താ മിത്ത്? നല്ല മാർക്കുണ്ട്, നല്ല സ്കോറാണ് സക്സസ് ഇൻ ലൈഫ്. മാർക്ക് കുറവാണെങ്കിൽ എൻഡ് ഓഫ് ലൈഫ്. രണ്ടും തെറ്റാണ്. മാർക്ക് കിട്ടിയതുകൊണ്ട് മാത്രം സക്സസ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല, സാധ്യത കൂടുതലാണെന്ന് മാത്രം. അതുപോലെ മാർക്ക് കുറഞ്ഞ ഒരാളുടെ ലൈഫ് ഒരിക്കലും ഫെയിലിയർ ആവണമെന്നില്ല. അത് രണ്ടും അതൊരു മിത്ത് മാത്രമാണ്. ഒരിക്കലും ഒരു എക്സാം തോറ്റുപോയി അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോയി എന്നുള്ളത് കൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല, ഒരു തുടക്കം മാത്രമാണെന്ന് ഓർത്തോണം. പിന്നെ റിലാക്സ്ഡ് മൈൻഡ് ആയിരിക്കണം. എക്സാമിന്റെ ലാസ്റ്റ് നിങ്ങൾക്ക് അറിയാം, സാറ് പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യം ചിലപ്പോ നമ്മള് മറന്നുപോകും. അപ്പൊ ചിരിച്ചുകൊണ്ട് എക്സാം ആകുമ്പോൾ ആളുകളെ മുഖമൊക്കെ കാണാൻ വലിഞ്ഞു മുറുകി വലിയ വിഷമാണ് കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആവാൻ പാടില്ല. വളരെ ഹാപ്പി ആയിട്ട് പരീക്ഷ എഴുതാൻ പോവുക, തിരിച്ച് പരീക്ഷ ഇറങ്ങി വരിക, ഓർത്തു വെക്കുക, ഇതൊന്നും ഒന്നിന്റെയും അവസാനമല്ല. പിന്നെ ബി എ വാരിയർ. നമ്മുടെ എക്സാം വാരിയേഴ്സ് എന്നാ ബുക്കിന്റെ പേര്. നമ്മുടെ പ്രധാനമന്ത്രി എഴുതിയ ബുക്കിന്റെ പേര് എക്സാം വാരിയേഴ്സ് എന്നാണ്. നോട്ട് എ വറിയർ എന്നാണ്. നമ്മൾ ഒരിക്കലും വറിയർ ആവാൻ പാടില്ല, വാരിയേഴ്സ് ആവണം എന്നാണ്. അപ്പൊ നമ്മള് ഈ വാരിയേഴ്സ് ആവണമെന്ന് പറയാനൊക്കെ എളുപ്പമാണ്. കുട്ടികളെ ഇപ്പൊ പറയാനൊക്കെ എളുപ്പമാണ്. ആർക്കും ഇതൊക്കെ പ്രീച്ച് ചെയ്യാൻ പറ്റും. പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾക്ക് മോട്ടിവേഷൻ കിട്ടുന്നത് മറ്റു പലരിൽ നിന്നാണ്. നമ്മൾ മറ്റുള്ളവരായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല പറയുമ്പോൾ, ലോകത്തിലെ ചില അവസ്ഥയൊക്കെ ആലോചിച്ച് നോക്കിയാൽ, ആ പാലസ്തീനിലോ ഇസ്രായേലൊക്കെ പോയ കുട്ടികളുടെ സ്കൂൾ തന്നെ എത്രയോ 270 സ്കൂൾ തന്നെ ഇല്ല, അവിടെ ബോംബിട്ട് തകർത്തു. കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ പറ്റണില്ല.
പണ്ട് കാലത്ത് ആളുകൾക്ക് പഠിക്കാനേ പറ്റില്ല. ഇപ്പൊ എല്ലാ സൗകര്യം ഉണ്ടായിട്ട് നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? അപ്പോൾ വലിയ സാക്രിഫൈസ് ആളുകൾ ചെയ്യുന്നു. നിങ്ങൾ ചെയ്യുന്ന വളരെ ചെറിയൊരു കാര്യമാണ്. എക്സാം എഴുതാന്ന് പറഞ്ഞാൽ അതിനെ ഒരിക്കലും വറി ചെയ്യേണ്ട ആവശ്യമില്ല. വറി ചെയ്യേണ്ട വലിയ വലിയ കാര്യങ്ങളൊക്കെ ഒരുപാട് ചലഞ്ചസ് ലൈഫിൽ വരും. ഇത് വളരെ നിസ്സാരമായ ഒരു ചലഞ്ചാണ്. ഇതിനെ വറി ചെയ്യാൻ പോയാൽ പിന്നെ അങ്ങോട്ട് വറി ചെയ്യാനേ സമയം ഉണ്ടാവും. അപ്പോൾ ഇതൊരു ചെറിയ പ്രോബ്ലം ആയിട്ട് എടുക്കരുത്, ഇതിനൊരു ചലഞ്ച് ആയിട്ട് എടുക്കണം. നമ്മൾ ഒരുപാട് ചലഞ്ചസ് കേൾക്കുന്നില്ലേ? ചലഞ്ച് ആയിട്ട് എടുക്കുക. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സൊല്യൂഷൻ ഉണ്ടാവണമെന്നില്ല. ചലഞ്ചിന് ഒരു സൊല്യൂഷൻ ഉണ്ട്. ഇതൊരു സൊല്യൂഷൻ ഉള്ള ഒരു പ്രോബ്ലം ആയിട്ട് മാത്രമേ എക്സാം എടുക്കാൻ പാടുള്ളൂ. ഒരിക്കലും അതൊരു വറി ചെയ്യാൻ വേണ്ടി പാടില്ല. പിന്നെ കമ്പീറ്റ് വിത്ത് യുവർ സെൽഫ് എന്നാണ്. അതും പ്രധാനമന്ത്രി പറഞ്ഞ ഐഡിയ ആണ്. അത് ശരിയാണെന്ന് എല്ലാവർക്കും തോന്നുന്ന ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഐഡിയ ആണ്. നമ്മൾ കമ്പീറ്റ് ചെയ്യേണ്ട ചുറ്റുവട്ടത്തുള്ള ആളുകളായിട്ടല്ല, നമ്മളുമായിട്ട് തന്നെയാണ്. നമ്മുടെ പ്രീവിയസ് പെർഫോമൻസ്, ഫസ്റ്റ് പ്രീ ബോർഡ് അല്ലെങ്കിൽ മോഡൽ എക്സാം ഇത്ര മാർക്ക് കിട്ടി, സെക്കൻഡ് എക്സാം ആകുമ്പോഴേക്കും എനിക്ക് 10 മാർക്ക് കൂടുതൽ കിട്ടി. എന്റെ പെർഫോമൻസുമായിട്ട് തന്നെ നമ്മൾ കമ്പയർ ചെയ്യുക. നമ്മൾ എല്ലാവരുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി പോവാൻ പാടില്ല. പിന്നെ എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾ എല്ലാവർക്കും ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. പ്രസന്റേഷൻ ഇമ്പോർട്ടന്റ് ആണ്. പഠിക്കാൻ പോകുന്നതിന് മുമ്പിൽ ഒരു മൈൻഡ് മാപ്പ് ഉണ്ടാക്കുന്ന നല്ലതാണ്. മൈൻഡ് മാപ്പ് കുട്ടിയൊക്കെ അറിയുന്നുണ്ടാവുമല്ലോ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മൈൻഡ് മാപ്പ്, നമ്മുടെ എന്താണോ പഠിക്കാൻ പോകുന്നത്, പരീക്ഷ എഴുതാൻ പോകുന്നത്, അപ്പൊ അതിന്റെ ഒരു എന്താ മൈൻഡ് മാപ്പ് എന്ന് പറഞ്ഞാല് ഒരു ചിത്രത്തിലൂടെ, ഒരു പേജിലൂടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചിത്രത്തിലൂടെ അല്ലെങ്കിൽ ഡയഗ്രത്തിലൂടെ റെക്കോർഡ് ചെയ്ത്, കാരണം അത് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിൽ പതിയും. ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പെട്ടെന്ന് പറയാം. ഇപ്പം ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കാര്യം 10th 9th പഠിപ്പിക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഇന്ത്യയുടെ ഫിസിക്കൽ ഡിവിഷൻസ് എന്താണ്, അതിന്റെ പ്രത്യേകത എന്താണ്, സെൻട്രൽ ഇന്ത്യൻ ഫിസിക്കൽ ഫീച്ചേഴ്സ് കൊടുക്കുന്നു. അതിനെ പല പിന്നെ ഹിമാലയ മൗണ്ടെയിൻസ് എന്നോ പെനിൻസുലർ പ്ലാറ്റ്യൂ എന്നൊക്കെ പറഞ്ഞ് അതിന്റെ പ്രത്യേകതകളൊക്കെ ചിത്രരൂപത്തിലൊക്കെ ഒരു പേപ്പറിൽ എഴുതി വെക്കുന്നു. അത് നമ്മുടെ മൈൻഡിൽ പതിഞ്ഞു കിട്ടാൻ എളുപ്പമാണ്. അപ്പൊ അതിനുവേണ്ടി ഒരു മൈൻഡ് മാപ്പ് ഉണ്ടാക്കുന്ന നല്ലതാണ്. ആ രീതിയിൽ എക്സാമിലെ ഒരുപാട് ട്രിക്സ് ഉണ്ട്, ആ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട്. അതുപോലെ പ്രസന്റേഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. നന്നായിട്ട് പ്രസന്റ് ചെയ്യുക. എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് പിന്നെ ഇപ്പൊ എല്ലാത്തിനും കൂൾ ഓഫ് ടൈം ഉണ്ട്, ആ ടൈം നന്നായിട്ട് ഉപയോഗിക്കുക. അങ്ങനെയൊക്കെ ചെയ്യണം. പിന്നെ അതുപോലെ എങ്ങനെ എഴുതണം എന്ന് സംശയം വരികയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് എഴുതാൻ പറ്റുന്ന ആൻസർ തന്നെ ആദ്യം എഴുതുക, ബാക്കി അതിന് ശേഷം എഴുതി. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് ചെയ്യുക. പിന്നെ ലാസ്റ്റ് വൺ, ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഡോണ്ട് സറണ്ടർ വിത്തൗട്ട് എ ഫൈറ്റ് എന്നാണ്. എനിക്കത് കുട്ടികളോട് എല്ലാവരോടും, നമ്മളെ പേഴ്സണലി ഞാൻ വിചാരിക്കുന്ന ഓരോ ആൾക്കും ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ഐ പേഴ്സണലി ബിലീവ് ലിവിങ് ബിലോ വൺസ് പൊട്ടൻഷ്യൽ ഈസ് എ ക്രൈം. നമ്മൾക്കൊരു കപ്പാസിറ്റി ഉണ്ട്, ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ആ പൊട്ടൻഷ്യലിന്റെ താഴെ നമ്മൾ ജീവിക്കാൻ പാടില്ല. നമ്മൾ ആ പൊട്ടൻഷ്യൽ പൂർണ്ണമായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ നന്നായിട്ട് പഠിച്ചു, നിങ്ങൾക്ക് 100ൽ 80 മാർക്ക് കിട്ടുള്ളൂ. നിങ്ങൾക്ക് നാളെ പറയാൻ ഇടവരുത്തരുത്, എന്റെ മാക്സിമം എനിക്ക് കുറച്ചും കൂടി ഒന്ന് ശ്രമിക്കായിരുന്നു എന്നുള്ളൊരു ഗിൽറ്റി ഫീലിംഗ് നാളെ വരാൻ വേണ്ടി പാടില്ല. മാക്സിമം നന്നായിട്ട് ഉപയോഗിക്കുക. അപ്പൊ അതുമായിട്ട് ഇവിടെ ചെറിയൊരു കഥയും കൂടി ഞാൻ പറയാം. നമ്മുടെ ഒരു ഫൈറ്റ് ഇല്ലാതെ ജീവിതം വിട്ടുകൊടുക്കരുത്. ഏത് കാര്യത്തിലായാലും ഫൈറ്റ് ചെയ്തിട്ട് മാത്രം, എന്നിട്ട് മാർക്ക് കുറഞ്ഞോട്ടെ, പക്ഷെ നാളെ ഇതൊരു ഫീലിംഗ് വരരുത്. കുറച്ച് തവളകൾ, നിങ്ങൾ ചിലപ്പോൾ കഥ കേട്ടിട്ടുണ്ടാവും, തവളകൾ കാട്ടിലൂടെ പോവാ. അപ്പോ 2 തവളകള് ഒരു ചെറിയ കുഴിയിൽ വീണുപോയി. അപ്പൊ ബാക്കി തവളകൾ ചുറ്റും നിൽക്കുക. ഈ 2 തവളകളും മേക്കിംഗ് ഫ്രാന്റിക് അറ്റംപ്റ്റ്സ് ടു കം ഔട്ട്, ചാടിക്കൊണ്ടിരിക്കുക. അപ്പൊ മുകളിലെ തവളകൾ പറയാൻ, നിങ്ങൾക്ക് വരാൻ പറ്റില്ല, നിങ്ങൾ ആ കുഴിയിൽ വീണ ആളും തീർന്നു പോകും, ഒരിക്കലും ചാടിയാൽ രക്ഷപ്പെടില്ല. കൈ കൊണ്ടൊക്കെ വലിയ ആക്ഷൻ കാണിച്ച് ഈ തവളകളൊക്കെ പറയാം. അപ്പൊ അതില് ഈ തവളകൾ ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു തവള ഇത് കേട്ടോ എന്തോ അറിയില്ല, തവള താഴേക്ക് വീണു, അത് ചത്തുപോയി. രണ്ടാമത്തെ തവള ചാട്ടം നിർത്തിയില്ല, അത് ചാടിക്കൊണ്ടിരിക്കുക. ചാടി ഒരുപാട് സമയത്ത് ചാട്ടത്തിന് ശേഷം ആ തവള പുറത്തെത്തിയപ്പോ മറ്റു തവളകളൊക്കെ കൂട്ടുകൂടി ചോദിച്ചു, എന്തു പറ്റി? അപ്പോ ആ തവള ആക്ച്വലി ഡെഫായിരുന്നു. ആ തവള പറഞ്ഞു, നിങ്ങൾ എന്നോട് ഞാൻ വിചാരിച്ചു നിങ്ങൾ പറയുന്നത് എന്നോട് ചാട് എന്നെ എൻകറേജ് ചെയ്യാന്ന് ഞാൻ വിചാരിച്ചത്. എനിക്ക് നിങ്ങൾ പറഞ്ഞ് എനിക്ക് കേൾക്കാൻ പറ്റില്ല, നിങ്ങളുടെ ആക്ഷൻ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതുകൊണ്ട് ആ തവള രക്ഷപ്പെട്ടു. കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ അറ്റംപ്റ്റ് നടത്തിയേ പറ്റൂ. ചിലപ്പോൾ നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. ആ ഡിസ്കറേജ് നമ്മൾ മാറി നടന്നുകൊണ്ട് നമ്മളെ തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടി നല്ല ശ്രമം നിങ്ങൾ നടത്തിയേ പറ്റൂ. അത് പേടി മാറ്റി വെച്ചുകൊണ്ട്, ബാക്കി എല്ലാ ബലഹീനതകളും മാറ്റി വെച്ചുകൊണ്ട് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി തയ്യാറായേ പറ്റൂ. ഇനി ലാസ്റ്റ് വൺ, എക്സാം ഒരു 1 വേ ടിക്കറ്റ് ആണ് എന്ന് പറഞ്ഞാൽ പബ്ലിക് എക്സാം ആയെന്ന് ലാസ്റ്റ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം.
പബ്ലിക് എക്സാമിന് എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് ഒരു കാരണവശാലും ആ എക്സാമിനെ കുറിച്ച് അതിന്റെ ആൻസറിനെ കുറിച്ച് ആരുമായിട്ടും ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുവരെയെല്ലാം ഡിസ്കസ് ചെയ്തോ. എക്സാം തുടങ്ങി, ഇപ്പൊ അടുത്ത ദിവസം കെമിസ്ട്രി എക്സാം ആണ്, 12th കെമിസ്ട്രി എക്സാം ആണ്. എക്സാം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഓരോ കുട്ടിയോടും ആ എക്സാം എങ്ങനെയുണ്ടായിരുന്നു, ആ ക്വസ്റ്റ്യൻ ശരിയായിരുന്നു, ഈ ക്വസ്റ്റ്യൻ ശരിയായിരുന്നു, ഒന്നും ചിന്തിക്കേണ്ട. ആ എക്സാം കഴിഞ്ഞ് തീർന്നു, 1 വേ ടിക്കറ്റാ. അടുത്ത എക്സാമിനെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. എന്തുകൊണ്ടാ പറയുന്നത് വിചാരിച്ചാല് ആ എക്സാം എഴുതി കഴിഞ്ഞു. നിങ്ങൾക്ക് അതിനി ആൻസർ ശരിയാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല, നല്ല കാര്യം. ഇനി തെറ്റാണെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആൻസർ തെറ്റിപ്പോയാലും നിങ്ങൾക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ പരീക്ഷ എഴുതി കഴിഞ്ഞു. രണ്ടായാലും നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ എക്സാമിനെ പേടിക്കേണ്ട ഒരു സിറ്റുവേഷൻ, ഈ എക്സാം കഴിഞ്ഞിട്ട് ഒരു കാരണവശാലും അതിനെക്കുറിച്ച് എല്ലാ എക്സാം കഴിയുന്നവരെ, എല്ലാ എക്സാം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്തോ. അതിന്റെ ഇടയിൽ വരുന്ന ഒരു എക്സാം കഴിഞ്ഞിട്ടും ആരുമായിട്ട് ഒരു ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. അതാണ്. ഇനി ലാസ്റ്റ് ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഇനി ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഞാൻ ഈ സമയത്തിന് കുറവുണ്ട കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പറയേണ്ടി വന്നേ. അതായത് നമ്മുടെ ഒരു ചെറിയ കഥയാണ്, അതും കൂടി പറഞ്ഞു നിർത്തുകയാണ്. നമ്മുടെ ഒരു ദിവസം വൈകിട്ട്, കാറും കോളും ഒക്കെ ഉള്ള ഒരു ദിവസം വൈകിട്ട്, ഒരു കുഞ്ഞു പക്ഷി ഒരു മരത്തിന്റെ ശിഖരത്തിൽ വന്നിരിക്കുക. അത് ഉണങ്ങിയ ഒരു കമ്പായിരുന്നു. ആ ഉണങ്ങിയ കമ്പിലിരുന്ന് ആ പക്ഷി ഇങ്ങനെ ഇരിക്കുമ്പോ ആ മരം പറഞ്ഞു ഈ പക്ഷിയോട്, അല്ലയോ പക്ഷി, നിന്റെ ആ കമ്പില്, ആ കമ്പ് ഉണങ്ങിയ കമ്പാണ്, ഒരു കാറ്റത്ത് തൊടിഞ്ഞു വീഴും. അതുകൊണ്ട് നിന്നെ എനിക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നല്ല ശക്തിയുള്ള ഒരു ശിഖരത്തിലേക്ക് നീ മാറിയിരിക്കൂ, നിന്നെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം. ഈ മരം പറഞ്ഞപ്പോ ഈ പക്ഷി പറഞ്ഞു, എന്നോട് കാണിച്ച ഈ കരുതലിനും സ്നേഹത്തിനൊക്കെ നന്ദി. പക്ഷേ വൃക്ഷമേ, ഞാൻ വിശ്വസിക്കുന്നത് എന്റെ ശക്തി, അല്ലെങ്കിൽ എനിക്കുള്ള വിശ്വാസം എന്റെ ചിറകിലാണ്, ഈ ഒടിഞ്ഞ കമ്പിലല്ല. എന്റെ ചിറകിൽ എനിക്ക് വിശ്വാസമുണ്ട്, എന്റെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഈ കമ്പൊടിഞ്ഞു വീണാലും ഞാൻ ആകാശത്തേക്ക് പറന്ന് രക്ഷപ്പെടുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ കേൾക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇതുപോലെ പറയാൻ വേണ്ടി പറ്റണം. നിങ്ങളുടെ കഴിവിലാണ് നിങ്ങൾക്ക് വിശ്വാസം. മറ്റുള്ള ആര് എന്തൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനേ പറ്റൂ. നിങ്ങളുടെ അങ്ങനെയുള്ള എല്ലാ, APJ അബ്ദുൽ കലാം പറഞ്ഞ മാതിരി, എല്ലാ ആൾക്കാരും ജനിക്കുന്നത് ഒരു ഫയറുമായിട്ടാണ്. എല്ലാവരുടെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ട്, എല്ലാവരുടെ ഉള്ളിലും കഴിവുകളുണ്ട്. നിങ്ങൾ ചെയ്യുന്നത്, എഡ്യൂക്കേഷനിലൂടെ നിങ്ങൾ ചെയ്യുന്നത് ഗിവ് വിങ്സ് ടു ഇറ്റ്. അതാണ് വിങ്സ് ഓഫ് ഫയർ. എപ്പോഴെങ്കിലും പറ്റുവാണെങ്കിൽ ആ ബുക്കൊന്ന് വായിച്ചു നോക്കുക, അഗ്നിച്ചിറകുകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പക്ഷി പറഞ്ഞ പോലെ സ്വന്തം കഴിവിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ ആകാശത്തേക്ക്, അല്ലെങ്കിൽ വലിയ ഉയരത്തിലേക്ക് പറന്നുയരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. സാർ ഓക്കെ? സാർ, ഒരു ഇന്ററാക്റ്റീവ് സെഷൻ പോലെയാണ്. ഡൗട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുള്ള ആൾക്കാർക്ക് ചോദിക്കുക, കുട്ടികൾക്കായാലും. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും? ഞാൻ തന്നെ എന്നാ ഒരു ക്വസ്റ്റ്യൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ എന്തായാലും. സാർ, ഇപ്പൊ എക്സാം ഒക്കെ എഴുതുമ്പോ ഇപ്പൊ സാർ സബ് കോൺഷ്യസ് മൈൻഡിനെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. അപ്പം മിക്കവാറും അവിടെ എനിക്ക് തോന്നിയ സബ് കോൺഷ്യസ് മൈൻഡ് ആ സമയത്ത് ഇപ്പൊ സിനിമയൊക്കെ കാണുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ കൂടുതലും നമ്മളതിൽ മുഴുകിയായിരിക്കുമല്ലോ എഴുതുക പലപ്പോഴും. അപ്പോ ഇങ്ങനെ തെറ്റുകൾ നമ്മൾ വരുത്തുമല്ലോ. നമ്മൾ സാധാരണഗതിയിൽ ചിന്തിക്കുമ്പോൾ വരുത്താത്ത തല തെറ്റുകൾ എക്സാം എഴുതുമ്പോൾ വരുത്താറുണ്ട്. നമുക്കത് ബ്ലണ്ടേഴ്സ് ആയിട്ട് തോന്നും. എക്സാം കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തെറ്റ് ഈ എക്സാമിൽ വരുത്തി എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവാറുണ്ട് പലപ്പോഴും. അപ്പോൾ എങ്ങനെയാണ് അതിനെ അതങ്ങനെ മീൻസ് അത് വരുമായിരിക്കും, പക്ഷെ അതെങ്ങനെ മിനിമൈസ് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള ഒരു മിസ്റ്റേക്സ്, എക്സാമിൽ വരുത്തുന്ന മിസ്റ്റേക്സ്, ഈ പറഞ്ഞ സബ് കോൺഷ്യസ് ആയ മൈൻഡിന്റെ ഒരു ഡോമിനൻസ് കാരണം ഉണ്ടാകുന്ന മിസ്റ്റേക്സ്. ഓക്കെ സാർ, ഞാൻ പറഞ്ഞത് ഈ എക്സാം എഴുതുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ, ഒരു കാര്യം, നമ്മൾ പേടി വരുന്ന, റിലാക്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരാം. അല്ല, ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു ഡോമിനേഷൻ അല്ലെങ്കിൽ പേടി എന്നുള്ള വികാരം വളരെ കൂടുതലാണെങ്കിൽ, അപ്പൊ അത് റിലാക്സ് ചെയ്തേ പറ്റൂ. റിലാക്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ചില കാര്യങ്ങളൊക്കെ മാറി പോയേക്കാം. അപ്പൊ ചെയ്യേണ്ടത്, നമ്മൾ ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുന്നതിൽ ഒരു 3 റൗണ്ട് ഫോർമുലയുണ്ട്. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കാൻ വേണ്ടി ഒരു 15 മിനിറ്റ് കിട്ടുമല്ലോ. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് എഴുതാൻ പറ്റുന്ന,
അങ്ങനെ ചെയ്യാറുണ്ട്. ചിലവർ മെത്തേഡാണ് അത്. നന്നായിട്ട് എഴുതാൻ പറ്റുന്ന ആൻസേഴ്സ് ഒക്കെ അത് ആദ്യം തന്നെ എഴുതണം. അപ്പൊ അങ്ങനെ 3 സ്റ്റെപ്പായിട്ട് ക്വസ്റ്റ്യൻസ് മാറ്റാം. നന്നായിട്ട് അറിയുന്നത്, രണ്ടാമത് അറിയുന്നത്, മൂന്നാമത് അറിയുന്നത്. അതായത് ഏറ്റവും ടഫ് ആയിട്ടുള്ളത് അവസാനത്തേക്ക് മാറ്റി വെക്കുന്നത്. ആ രീതിയിൽ ക്വസ്റ്റ്യൻസിനെ ഒന്ന് ക്രോഡീകരിച്ചാൽ ഒരു പരിധിവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാം. പക്ഷെ ബേസിക്കലി ഈ പറയുന്ന നമ്മൾ ഒട്ടും ടെൻസ്ഡ് ആവാൻ പാടില്ല. ടെൻഷൻ എക്സാമിന്റെ സമയത്തും എക്സാം ചിലപ്പോൾ കുട്ടികൾക്ക് വരുന്നത് പ്രശ്നം ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴാണ് ആകെ വിഷമം ഉണ്ടാവുന്നത്. പഠിച്ചതൊക്കെ മറന്നു പോവാണ്. എന്നോട് ഒരു കുട്ടി 12ാം ക്ലാസ്സിലെ കുട്ടി പറഞ്ഞു, ഞാൻ എക്സാം പോകുന്ന സമയത്തെല്ലാം പഠിച്ചിട്ടുണ്ട്, അവിടെ എത്തി ക്വസ്റ്റ്യൻ കണ്ടപ്പോ അത് ഈ പറയുന്ന കുട്ടിയുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. കാരണം എല്ലാം ഫുൾ മാർക്ക് വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് കുട്ടി പോകുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ പല ക്വസ്റ്റ്യൻസും അറിയാത്തതുപോലെ തോന്നുകയാണ്. അപ്പൊ പിന്നെ വായിക്കുന്നതൊക്കെ ക്വസ്റ്റ്യൻ വായിക്കുന്നതൊക്കെ ഭയങ്കര പരിഗണനയോടെയാണ്. അപ്പൊ ഇത് മാറ്റി വെക്കണം. ഈ കാര്യം കുട്ടികളെ അല്ലെങ്കിൽ കുട്ടികളുടെ മനസ്സിൽ നല്ലോണം ഉറപ്പിച്ചു വെക്കണം. ക്വസ്റ്റ്യൻ ചിലപ്പോ 1 2 തവണ വായിച്ച് കിട്ടുന്നതായിരിക്കും. പെട്ടെന്ന് ഒരു ഓട്ടത്തിൽ അത് വായിച്ചു കിട്ടണം എന്നില്ല. 1 2 തവണ ആവർത്തിച്ച് വായിച്ചാൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. CBSE ഒക്കെ ആണ് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്ലിക്കേഷൻ ലെവലിലാണ് ക്വസ്റ്റ്യൻസ് കൂടുതലും. ഒറ്റ വായനയിൽ ആ ക്വസ്റ്റ്യൻ നമ്മളെ റോഡ് മെമ്മറിയിൽ നിന്ന് എഴുതുന്ന പോലെയല്ല. ഒരു വായനയിൽ നിന്നും ഇതിന്റെ ആൻസർ കിട്ടണമെന്നില്ല. അപ്പൊ 1 2 തവണ ക്വസ്റ്റ്യൻ വായിക്കാനും അത് വായിച്ചിട്ട് ആ ആൻസർ അപ്പൊ തന്നെ കിട്ടുന്നതാണെങ്കിൽ അതവിടെ നോട്ട് ചെയ്ത് വെക്കാനൊക്കെ പറ്റണം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴുള്ള അതിനെ റിലാക്സ് ചെയ്തിട്ട്, ഞാൻ പറയുന്നത് ചിലപ്പോ എക്സാം ഹാളിൽ കയറിയിട്ട് ഒന്നും കൂടി നമ്മളൊരു ഡീപ് ബ്രീത്ത് ഒക്കെ എടുത്ത് മൈൻഡിനെ കാമാക്കി ഞാൻ റിലാക്സ്ഡ് ആണ്, ഞാൻ ഞാൻ ഈ പറഞ്ഞ ഓട്ടോ സജഷൻസ് ഒക്കെ എപ്പോഴും റിപ്പീറ്റ് ചെയ്തിട്ട് ഒക്കെ പോകുന്നത് നന്നായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ സാർ. സാറേ സാർ, നമസ്കാരം. സാറേ നമസ്കാരം. ഓക്കെ. സാറേ ഞാൻ പിന്നെ എനിക്കൊരു സംശയമുള്ളത്, ഈ സാധാരണ കുട്ടികൾക്ക് ഈ പരീക്ഷ ആകുമ്പോൾ ഉറക്കം കൂടുതലായിരിക്കും തോന്നുന്നത്. കാരണം പറഞ്ഞാൽ രാവിലെ തൊട്ട് പരീക്ഷ ഇപ്പം നാളെയാണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉറങ്ങുന്ന ചില കുട്ടികളുണ്ടല്ലോ. അപ്പോൾ ഭയങ്കര ഉറക്കമായിരിക്കും. അപ്പോൾ ഈ പരീക്ഷ അല്ലാത്ത സമയത്ത് രാത്രി വൈകുന്നേരം 12 വരെ ഇങ്ങനെ വർത്താനം പറഞ്ഞോ ഇരിക്കുമ്പോൾ അങ്ങനെയൊന്നും ഉറക്കം ബാധിക്കില്ല. പക്ഷെ നേരെ കുറച്ച് പരീക്ഷ ആകുമ്പോൾ അതിന്റെ തലേന്ന് ചിലപ്പോൾ 8 മണിക്ക് 9 മണിക്കെല്ലാം ഉറങ്ങും. അത് മാത്രമല്ല തലേദിവസം ലീവ് ആണ് വെച്ചാൽ കിടന്നുറങ്ങുന്ന കുട്ടികൾ കുറെ ഉണ്ടല്ലോ. അപ്പൊ അത്തരം പിന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉറങ്ങുന്നതായ സമയത്ത് പിറ്റേ ദിവസം പരീക്ഷയെ നേരിടാനും ലേശം ബുദ്ധിമുട്ടായിരിക്കില്ലേ? അപ്പൊ അത്തരം കുട്ടികൾക്ക് നമുക്ക് എന്താ നിർദ്ദേശം നൽകാൻ പറ്റുമെന്നുണ്ടോ? സാർ, നമ്മളെ പരീക്ഷ പേടിയുള്ളവർക്ക് ഉറക്കം കുറവായിരിക്കും. നമ്മൾ അതിന്റെ ഒരു സൈക്കോസൊമാറ്റിക് കോൺസിക്വൻസ് പറയുന്ന ഉറക്കം കുറവായിരിക്കുന്നതാണ്. ഇതിപ്പം സാറ് പറഞ്ഞത് ഉറക്കം കൂടുതലാണ്, പരീക്ഷയുടെ സമയത്ത് ഉറക്കം കൂടുതലാന്ന് പറയുന്ന മിനിമം ഒരു 7 മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്നാണ് പറയുന്നത്. എക്സാമിന്റെ തലേന്ന് ഒരു 7 മണിക്കൂർ ഉറങ്ങിയാൽ മതി. 7 മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്നാണ് പറയുന്നത്. ഒരു 7 മണിക്കൂർ കൂടുതൽ ഉറങ്ങേണ്ട ആവശ്യമില്ല. പിന്നെ അങ്ങനെ ഉറക്കം വരുന്നത് അവരെ ഈ പറയുന്ന മോട്ടിവേഷൻ കുറവായിട്ടാണോ എന്ന് നോക്കണം. നമ്മളെ യൂസ്ട്രെസ് വേണ്ടത്ര ഉണ്ടോ? നമ്മൾക്ക് സ്ട്രെസ് കൂടുമ്പോഴാണ് ഉറക്കം കുറയുന്നത്. അപ്പോ ഉറക്കം ഒട്ടുമില്ലെങ്കിൽ ഉറക്കം വളരെ കൂടുതലാണെങ്കിൽ ഈ സ്ട്രെസ് ഒട്ടും ഇല്ല എന്നർത്ഥം, ഈ സ്ട്രെസ്സും ഇല്ലെന്നാണ് അർത്ഥം. അത് പറ്റില്ല. അപ്പൊ തലേന്നൊക്കെ പഠിക്കേണ്ടതാണ് പ്രത്യേകിച്ചും. പക്ഷെ പുതുതായിട്ടൊന്നും അന്ന് എക്സാം ആയെന്ന് തലേന്നോ അല്ല എക്സാം ആയെന്ന് രാവിലെയോ പുതുതായിട്ടൊന്നും പഠിക്കാൻ ശ്രമിക്കരുത്. അത് പാടില്ല. പക്ഷെ പഠിച്ച കാര്യങ്ങളൊക്കെ നോട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തലേന്നൊക്കെ അത് ചെയ്യേണ്ടതാണ്. കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടതാണ്. അത് അങ്ങനെ അധികം ഉറക്കം വരാൻ പാടില്ല ശരിക്കും. അതില് അങ്ങനെ വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കുറച്ച് കൂടി മോട്ടിവേഷന്റെ കുറവുണ്ട്, ഈ സ്ട്രെസ്സിന്റെ കുറവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ സാർ. അപ്പൊ ആ രീതിയിൽ കുട്ടികളെ പറഞ്ഞ് ലാസ്റ്റിൽ പഠിക്കുന്നതിന്റെ മെമ്മറി നമ്മൾ ഓരോ ദിവസം കഴിയും തോറും അത് മറന്നുപോലെ. അപ്പൊ അവസാന ദിവസം തലേ ദിവസമൊക്കെ പഠിച്ചു കഴിഞ്ഞത് റിവൈസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കൂടുതലും മെമ്മറിയിൽ നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ തലേന്ന് ദിവസം മുഴുവൻ എന്തായാലും കിടന്നുറങ്ങാൻ വേണ്ടി പാടില്ല. ആവശ്യം റെസ്റ്റ് വേണം, അതിൽ കൂടുതൽ എടുക്കാൻ പറ്റില്ല. അത് കുട്ടികളെ പോസിറ്റീവായിട്ട് മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമാണ്. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. വേറെ ആർക്കും ഡൗട്ട്സ് ഇല്ലെങ്കിൽ അതിൻ്റെ ചെയ്യാൻ തോന്നുന്നു.
അല്ല, ചോദിച്ചോട്ടെ, സംശയങ്ങളുള്ളവരൊക്കെ ചോദിച്ചോട്ടെ. നോ പ്രോബ്ലം. ഓക്കെ. സാർ ചോദിക്കാം സാർ. ചോദിക്കാന്നല്ല, നമുക്ക് ഡിസ്കസ് ചെയ്യാം സാറിന്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠിത്തത്തിന്റെ രീതി, അതിനെ കുറിച്ചൊന്ന് പറയാമോ? കാരണം ഇനിയിപ്പോ ഇപ്പൊ ഇത്തവണ ഇപ്പൊ ഈ ഒരു എക്സാം അടുത്ത് നിൽക്കുകയാണല്ലോ. അപ്പോ പലരും ആ ഒരു ഇതിലായിരിക്കും. ഇനി അടുത്ത കൊല്ലം ഒരു സിസ്റ്റമാറ്റിക് ആയുള്ള ഒരു പഠിത്തത്തിന് ഒരു പ്രത്യേക രീതിയും അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ, ഞാനിപ്പോ എന്റെ മകനോട് പറയാറുണ്ട്, ദിവസവും അന്നന്ന് വരുന്നത് വായിച്ചു നോക്കുക, ആഴ്ചയിൽ ഒരിക്കൽ അത് മുഴുവനും റിവൈസ് ചെയ്യുക, പിന്നെ മാസത്തിലൊരിക്കൽ ആ മാസം പഠിപ്പിച്ചത് വീണ്ടും റിവൈസ് ചെയ്യുക. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. പലപ്പോഴും അത് അത്ര ഫോളോ ചെയ്യാറില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് ഞാനിപ്പോ അത് ഇപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്ത രീതിയാണത്. പക്ഷെ പലപ്പോഴും അത് ഫോളോ ചെയ്യുന്നില്ല. പക്ഷെ അതങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു നല്ല ഇതായിരിക്കുമോ എന്നൊന്നും അതിനെ കുറിച്ചൊന്ന് പറയാമോ? സാർ, അത് നമ്മള് എല്ലാവരുടെ പറഞ്ഞു കൊടുക്കുന്ന അന്ന് പഠിക്കണം എന്നൊക്കെ പറയുന്ന കാര്യമാണ്. പക്ഷെ അതൊരു ഹാബിറ്റ് ആയിട്ട് വരണം സാർ. നമ്മൾ പറഞ്ഞുകൊണ്ട് മാത്രം കുട്ടികൾ ചെയ്യണമെന്നില്ല. അത് കുട്ടികൾ ഒരു ഹാബിറ്റാക്കി മാറ്റണം. ഞാൻ ഈ പറഞ്ഞ സബ് കോൺഷ്യസ് മൈൻഡ് റിഫ്ലെക്സ് ആക്ഷൻ പോലെ അവരെ ഈ പറഞ്ഞ ഓട്ടോ സജഷൻ എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ ആ രീതിയിൽ ഒരു സ്വഭാവത്തിലേക്ക്, നമ്മൾ സ്വഭാവം രൂപീകരിക്കുന്ന സമയമാണല്ലോ ഇപ്പോൾ. ഏറ്റവും കൂടുതൽ നമ്മൾ എന്താണോ ഫീഡ് ചെയ്യുന്നത് അത് നമ്മുടെ സ്വഭാവമായിട്ട് മാറും, ആ ആക്ഷൻ സ്വഭാവമായിട്ട് മാറും. അപ്പൊ എല്ലാ ദിവസവും ആ കാര്യം കുട്ടിക്ക് തന്നെ തോന്നി ഒരു ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു സാറ് പറഞ്ഞ കാര്യം തന്നെ മതി. ഒരു ഹാബിറ്റ് ആയിട്ട് മാറ്റണം, അല്ലെങ്കിൽ മാറണം. നമ്മൾ ഈ 18 വയസ്സ് വരെ ഒരു ഹാബിറ്റ് ആയിട്ടില്ലെങ്കിൽ ഒരു ഹാബിറ്റ് നല്ലതായാലും മോശമായാലും, ഇപ്പം അടുത്ത ഒരു പഠനം പറയുന്നത് ഈ സിഗരറ്റ് 90% സ്മോക്കേഴ്സും അവർ പഠിച്ചത് 18 വയസ്സിനുള്ളിലാണ്. 18 വയസ്സിന് ശേഷം സ്മോക്കിംഗ് വരാനുള്ള സാധ്യത, സ്മോക്കേഴ്സ് ആവാനുള്ള സാധ്യത വെറും 10%. അതുകൊണ്ട് പണ്ട് കാലത്ത് ഈ ക്രിക്കറ്റ് ഉണ്ടാക്കുന്ന, സ്പോർട്സ് ഉണ്ടാക്കുന്നവരൊക്കെ വിൽസ് പോലുള്ള സിഗരറ്റ് കമ്പനികളാണ് സ്പോൺസർ ചെയ്ത്. ഗവൺമെന്റ് അത് പിന്നെ നിരോധിച്ചു നിയമം മൂലം. അവരത് സ്പോൺസർ ചെയ്യേണ്ട, കാരണം കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇതാക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് അതൊരു ഹാബിറ്റ് ആയിട്ട് വരണം. സാറി പറഞ്ഞ അന്നന്ന് പഠിക്കുക എന്നുള്ളത് ഫോളോ ചെയ്യുന്നില്ലല്ലോ. പഠിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് മെത്തേഡ്. അതൊരു ഹാബിറ്റ് ആയിട്ട്, അതാരും പറയാതെ ഇന്ന് വന്നിട്ട് ഞാൻ ഇന്ന് ഈ കാര്യം ചെയ്താലേ വേറെ ഒന്നും ചെയ്യുള്ളൂ എന്നുള്ള ഒരു രീതിയിലേക്ക് കുട്ടീനെ അതൊരു ഹാബിറ്റ് ആക്കി മാറ്റിയെടുക്കണം. അതാ കുട്ടിയും കൂടി വിചാരിക്കണം. അത് ഓട്ടോ സജഷനായി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പഠിപ്പിച്ചു വെക്കണം. ഇത് ഞാൻ ഇന്ന് പഠിക്കും, ഇന്നത്തെ കാര്യങ്ങൾ ഇന്ന് പഠിക്കും എന്നുള്ള അത് പിന്നെ ഒരു ഹാബിറ്റാക്കി മാറ്റണം. ഏത് കാര്യവും അത് അങ്ങനെ വരണമെങ്കിൽ അതൊരു സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് വന്നാലേ പറ്റൂ. അങ്ങനെ ആക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. ബാക്കി സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. അന്നന്ന് പഠിക്കുന്നേ വേണ്ടേ. പക്ഷെ അത് പലരും ചെയ്യില്ല. ഞാൻ മക്കളോട് പറയുന്നുണ്ട്, പലരോടും എന്റെ ക്ലാസ്സിൽ കുട്ടികളോട് പറയാറുണ്ട്. പക്ഷെ ആരും ചെയ്യില്ല. കാരണം ഈ നമ്മൾ പുറകോട്ട് വലിക്കുന്ന ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മളെ മൈൻഡ് അത് ചിലപ്പോൾ ഇത് ആക്സെപ്റ്റ് ചെയ്യില്ല. അതിന് ഇത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഈ എഫേർട്ട് ചെയ്തു കഴിഞ്ഞാൽ, അതൊരു ഹാബിറ്റ് ആയി മാറിക്കഴിഞ്ഞാൽ അത് ചെയ്യും. ആ മെത്തേഡ് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇനി ആർക്കെങ്കിലും വല്ല സംശയമുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. വൈൻഡപ്പ് ചെയ്തോളൂ. അടുത്ത വോട്ട് ഓഫ് താങ്ക്സിനായിട്ട് മനു വിഷ്ണുവിനെ സ്വാഗതം ചെയ്യുന്നു. മനു. നമസ്കാരം.
പരീക്ഷാ പേടി എന്നത് സാധാരണ കുട്ടികൾക്ക് മാത്രമല്ല, പ്രായമായവരും പണ്ടത്തെ പരീക്ഷാ പേടിയെ കുറിച്ച് വളരെ വാചാലമായി പറയുന്നത് നമ്മളെല്ലാവരും, കുറഞ്ഞപക്ഷം ഞാനെങ്കിലും കേട്ടിട്ടുണ്ട്. ഇന്നത്തെ സെഷൻ സാധാരണ നമ്മൾ പരീക്ഷാ പേടിയെ കുറിച്ച് സാധാരണ കുറെ സെഷനുകളൊക്കെ പതിവായി യൂട്യൂബിലും മറ്റ് ഗൂഗിളിലൊക്കെ സാധാരണ കിട്ടാറുള്ളതാണ്. പക്ഷെ ഇന്നത്തെ സെഷന്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, നമ്മുടെ മനസ്സിൽ പാകുന്ന ഓരോ ചെറിയ ചിന്തയും എങ്ങനെയാണ് വളരെ ആഴത്തിൽ നമ്മുടെ ബോധ മനസ്സിലേക്ക് ഇറങ്ങി നമ്മുടെ ചിന്ത, പൊതുവായിട്ടുള്ള ചിന്തയെയും അതുവഴി നമ്മുടെ ഒരാളുടെ വ്യക്തിത്വത്തെയും എങ്ങനെയാണ് ബാധിക്കുന്നത്, എങ്ങനെയാണ് കാലാകാലം ഒരാളോടൊപ്പം ഇരിക്കുന്നത് എന്നതാണ് അതിന്റെ എന്ന് തുടങ്ങിയ പല കാര്യങ്ങളുടെയും പല ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ രാമേന്ദ്ര സാർ നമുക്ക് എല്ലാവർക്കും പകർന്നു തന്നത്. അപ്പൊ അത് തന്നെയാണ് ഇന്നത്തെ സെഷന്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഈ ഒരു സെഷനെ മറ്റു സെഷനുകളിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് അതാണ്. അതിനാൽ ശ്രീ രാമേന്ദ്ര സാറിന് ഇന്നത്തെ ഈ സെഷൻ കൈകാര്യം ചെയ്തതിന് ശ്രീ രാഘവപുരം സഭായോഗം അക്കാദമിയുടെ പേരിലും അതിന്റെ ഭാഗമായി ഞങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഹൃദയംഗമമായ കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തുകയാണ്. കൂടാതെ ഈ ഇന്നത്തെ സെഷന്റെ ഭാഗമായ പ്രാർത്ഥനാ ഗീതം പാടിയ ശ്രീ അനൂപ് വിഷ്ണു, സ്വാഗത പ്രസംഗം നൽകിയ ശ്രീ അനുപമ, ആധ്യക്ഷം വഹിച്ച ശ്രീ ടി വി മാധവ നമ്പൂതിരി, മാധവേട്ടൻ, ഉടനീളം ഈ പരിപാടി മുൻപോട്ട് കൊണ്ടുപോയ ജയശങ്കർ കാരക്കാട്, ഇവരെല്ലാവരോടും ശ്രീ രാഘവപുരം സഭായോഗം അക്കാദമിയുടെ കൃതജ്ഞത ഞാൻ അറിയിക്കുകയാണ്. തൽക്കാലം നിർത്തുകയാണ്. നന്ദി. ശുഭരാത്രി.